വൈറൽ എന്ന് പറയുന്നതിനെക്കാളും ഞാൻ വൈറൽ ആവുകയാണെങ്കിൽ അത് ഓർഗാനിക് ആയി ആയിക്കോട്ടെ, അതിനൊരു ഒരു ഒരു ഒറിജിനൽ കണ്ടന്റിന്റെ റിയാക്ഷൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊന്നും മറ്റ് അഭിപ്രായമുള്ളവരും അല്ലെങ്കിൽ വൈറലായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നവരും ഇതിനൊരു വൈറൽ സ്വഭാവം വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ക്യൂറേറ്റ് ചെയ്യും ഡിസൈൻ ചെയ്യുന്നവരും ഉണ്ടാവാം. എനിക്കിത് ഈ ഒരു കൺസേൺ എപ്പോഴും ഉണ്ടായിരുന്നു. ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ ആലോചിക്കുന്നത് എങ്ങോട്ടാണ് ഈ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് വരുന്ന സമയത്ത് നമുക്കതൊരു പ്രശ്നമാകുമെന്നുള്ളൂ. പക്ഷേ അഗൈൻ അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 3 years എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. അത് ഇതെന്തിനാണ് ഇങ്ങനെ മൂളുന്നത്? നിങ്ങൾ മൂളുന്നത് കാരണം ഞങ്ങൾക്ക് ഹെഡ്ഫോൺ മാറ്റി വെക്കേണ്ടി വന്നു. ഇങ്ങനെ മൂളുവാണെങ്കിൽ ഞങ്ങളുടെ ഹെഡ്ഫോൺ അടിച്ചു പോകും എന്നൊക്കെ പറയാണ്. അപ്പൊ ആ മൂളലിൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആലോചിച്ചത് ഇനി അടുത്ത ഇന്റർവ്യൂവിലും തല കൂടുതലെങ്കിലും ആട്ടി ഞങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നാം എന്ന് പറയാം. ആദ്യത്തെ 3 സെക്കൻഡിലാണ് എല്ലാ കളിയിരിക്കുന്നത്. അപ്പോൾ ആ 3 സെക്കൻഡ് തന്നെ നമ്മൾ ചിലപ്പോൾ അര സെക്കൻഡിൽ ഇത് വേണം, അല്ലെങ്കിൽ അടുത്ത അര സെക്കൻഡിൽ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ 0.25 സെക്കൻഡിൽ ഇന്ന ഗ്ലിംസ് വെക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരുപാട് സമയം. പക്ഷെ ഇപ്പം നമ്മളത് ക്രാക്ക് ചെയ്തു എങ്കിൽ പോലും അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. വ്യൂസിനെ അല്ല ഈ പറയുന്ന എന്താ പറയാ, ആധികാരികതയായിട്ട് വ്യൂസിനെ അല്ല കണക്കാക്കേണ്ടത് എന്നുള്ളത്. ഇപ്പം ഒരാള് ഭയങ്കരമായ അബദ്ധം പറയുന്നു, അത് സയന്റിഫിക് ആയിട്ട് തെറ്റാണ്, മണ്ടത്തരമാണെന്ന് തോന്നിയാൽ നോക്കൂ, എന്നിട്ട് 30 ലക്ഷം പേര് ഇത് കണ്ടു എന്നത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ആധികാരികത അറിയേണ്ടത്. അതേസമയം ഒരു ടീം എഫേർട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം പല ആൾക്കാർ ഇൻവോൾവ് ആകുമ്പോൾ പല ഐഡിയാസ് വരുമ്പോഴും കുറച്ചൊരു ലോഞ്ചിവിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്, അവരുടെ ലൈഫ് ടൈം കൂടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. സോ വെൽക്കം ടു ദ സെഷൻ രണ്ടുപേർക്കും. ഹലോ പ്രത്യേകം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, രണ്ടുപേര് രണ്ട് രീതിയിലുള്ള കോണ്ടന്റ് ആണല്ലോ മാനേജ് ചെയ്യുന്നത്. ഒന്നിന് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ മനീഷേട്ടനായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു. അപ്പുറത്തത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ഫുഡ് എന്ന് പറയുന്നത്, ആൾക്കാരുടെ ഹെൽത്തിനെ കൂടെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള കോണ്ടന്റ് രണ്ടുപേരും കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സ്, ഈ കോണ്ടന്റിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് രണ്ടുപേർക്കും തോന്നാനുള്ള റീസൺ ഒന്ന് പറഞ്ഞുതരാമോ? കാർത്തിക് പറയാതെ. അല്ല, ഞാനിത് ഒരുപാട് പ്ലാൻ ചെയ്ത് എത്തിയതല്ല. ലൈക്ക് എനിക്കൊരു കിക്ക് സ്റ്റാർട്ട് കിട്ടിയപ്പോൾ എനിക്കറിയായിരുന്നു എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ഈ നിങ്ങൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പോലെ ഇവിടെ ആദ്യം വന്നപ്പോൾ നമുക്കധികം ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടും എന്നാൽ നമ്മളൊരു ഫുഡി ആയതുകൊണ്ടും ലൈക്ക് മൈൻഡഡ് ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് അഗൈൻ ആ കമ്മ്യൂണിറ്റി മുന്നോട്ട് പോയപ്പോൾ നമുക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയതുകൊണ്ട് എനിക്കറിയാമായിരുന്നു ലൈക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ അഗൈൻ ഇതൊക്കെ ഒരു എന്താ, നമ്മളൊന്ന് എറിഞ്ഞു നോക്കുകയാണ്. അത് ഈ പിടിച്ച് കിട്ടുന്നതിൽ പിന്നെ പിടിച്ച് വലിച്ച് കയറി അങ്ങ് കയറി പോകുക എന്നുള്ളൊരു മോഡലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ഇപ്പം അഗൈൻ ഈറ്റ് കൊച്ചി ഈറ്റിനെക്കാളും കുറച്ചുകൂടി എനിക്കൊന്നൊരു പ്ലാൻഡ് സക്സസ് ഓ കൊച്ചി ആയിരുന്നു. അപ്പം കരീതിന് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈറ്റ് കൊച്ചിയിൽ വളർന്നു വന്നത്. ഇപ്പം എനിക്കൊന്ന് ഈ വർഷം 10th ഇയർ ആണ് ഈറ്റ് കൊച്ചിൻ്റെ. ഓ കൊച്ചി പക്ഷേ നമ്മൾ കുറച്ചുകൂടെ പ്ലാൻ ചെയ്തിരുന്നു. ഫസ്റ്റ് വീഡിയോ മുതൽ അത് ഹിറ്റാവണം എന്ന് പ്ലാൻ ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. ചോദിച്ചു വന്നത് ക്വസ്റ്റ്യൻ ബേസിക് ആയിട്ടുള്ള ഒരു ഇതെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇതിനൊരു നമുക്കൊരു എൻക്വയറി വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്, എങ്ങനെയാണ് ആ ഒരു എൻക്വയറി പ്രോസസ് ചെയ്തൊരു വീഡിയോ ആക്കേണ്ടതെന്നുള്ളത്. അതിനൊരു എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈറ്റ് കൊച്ചിൻ്റെ കേസിൽ ഫുഡ് ടേസ്റ്റിങ്ങും പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും വരിക. അതായത് ഇപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയില്ല. നമുക്കൊരു എൻക്വയറി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ഒരു ടീമിനെ വിട്ട് അത് അഗെയിൻ ചില സമയത്ത് ബ്ലൈൻഡായിട്ട് വിടും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് തന്നെ പോകും. അവരത് ടേസ്റ്റിംഗ് എടുത്തിട്ട് നമ്മൾ വേറൊരു ടീമിനെയാണ് ഷൂട്ടിന് വിടുന്നത്. സോ ദാറ്റ് ഒരു 2 ലെവൽ ഓഫ് ചെക്കിങ് കിട്ടാൻ വേണ്ടിയാണ്. ഈ 2 ടീമും ഓക്കെ പറയുമ്പോഴാണ് നമ്മുടെ ഒരു വീഡിയോ വരിക. പക്ഷേ അഗെയിൻ ഇതൊരു കംപ്ലീറ്റ്ലി ഫുൾ പ്രൂഫ് ആയ ഒരു മെത്തേഡൊന്നും അല്ല. ഇതിന് അങ്ങനെ ഒരു ഫുൾ പ്രൂഫ് മെത്തേഡ് ആരെങ്കിലും സജസ്റ്റ് ചെയ്യണം, നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ലൈക്ക് റെഡിയാണ്. പക്ഷേ ഇതൊരു കംപ്ലീറ്റ്ലി ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. നമ്മൾ എത്രയൊക്കെ ടേസ്റ്റിംഗ് എടുത്തത് ഇപ്പം നമുക്ക് തന്നെ അനുഭവം ഉണ്ടാകും. നമ്മളൊരു പോയി കഴിച്ച് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പം അന്നായിരിക്കും അത് കുളമാകുന്നത്. അപ്പം ഇത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര എത്തിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളൊരു എന്താ റെസ്പോൺസിബിൾ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഈവൻ ഓക്കൊച്ചിയിലാണെങ്കിലും എനിക്ക് പേഴ്സണലി വിശ്വാസം ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു ലോജിക്ക് ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ചില ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ്, അല്ലെങ്കിൽ ഒരു ഹെയർ ഓയിൽ തേച്ചാൽ മുടി തഴച്ച് വളരും എന്ന് പറയുന്ന രീതിയിലുള്ള ക്യാമ്പയിൻസും കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാറില്ല. അപ്പോൾ ഒരു വാല്യൂവിൻ്റെ പാർട്ടാണ് അത്. നമ്മൾ ഓർഗനൈസേഷൻ്റെ അല്ലെ ആ ടീമിൻ്റെ ഇപ്പം ഈവൻ നമ്മുടെ ആങ്കേഴ്സിൽ ഒരാൾ പറയുകയാണെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇന്ന റീസൺ എന്നുകൊണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യാറില്ല.
ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷറി കിട്ടിയത് ഡെഫിനറ്റ്ലി മെറ്റയുടെ ഒരു ഫണ്ടിങ് വന്നതുകൊണ്ടും ഈവൻ നമ്മളൊരു കമ്പനിയായിട്ട് ഫോം ചെയ്യുന്നതും മെറ്റ ഫണ്ടിങ് വന്ന സമയത്താണ്. അപ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു പ്രൊമോഷൻ എടുത്തിട്ട് നമുക്കൊരു സാലറി കൊടുക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അപ്പം അതില്ലാതെ നമുക്കൊരു ഫണ്ട് കയ്യിൽ വെച്ചിട്ട് ഇത് വേണ്ടാന്ന് വെക്കുന്ന ഒരു 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 എന്താ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ ആം, ആം, ഒരു കമ്പനിയായിട്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനം നമ്മൾ ആദ്യം എടുത്തിട്ടാണ് മുന്നോട്ട് വന്നത്. അപ്പോൾ ആ ഒരു എത്തിക്സ് നമ്മൾ ഇൻ ഡെയിലി ലൈഫിൽ നമ്മളത് കീപ്പ് ചെയ്യാറുണ്ട് ഒരു കണ്ടന്റ് പ്രൊഡക്ഷൻ സൈഡിൽ. ചേട്ടാ ആദ്യം താങ്ക് യു CDA അനഘ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അനഘ ദ ക്യൂവിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള സോങ് ബുക്ക് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അനഘ ക്യൂവിലേക്ക് വരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിജിറ്റൽ ഒരു ഫിലിം ഇൻറ്ററാക്റ്റീവ് പോർട്ടലായിട്ടുള്ള ഫിലിം കമ്പാനിയനിൽ പ്രോഗ്രാം കണ്ടിട്ടാണ്. അപ്പോൾ താങ്ക് യു. അനഘയുടെ കൂടെയായിരുന്നു ഇരിക്കേണ്ടി വരുന്നത്, അപ്രതീക്ഷിതമായിരുന്നു. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2019 ക്യൂ ലോഞ്ച് ചെയ്യുന്നത്. ആക്ച്വലി ഒരു ടെലിവിഷൻ എക്സ്പീരിയൻസിനെ അതിൻ്റെ ഒരു തുടർച്ച, അതിൽ നിന്നൊരു ടേക്ക് അവേ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ ഒരു ഭയങ്കര വലിയൊരു പ്ലാനോ വിഷനോ മുൻപിലേക്ക് വെച്ചിട്ടല്ല ആദ്യം ഉണ്ടാവുന്നത്. ഉറപ്പായും ഒരു വർഷം ഞാൻ തൊട്ട് മുമ്പ് ചെയ്തൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നുള്ള ജോബ് ക്വിറ്റ് ചെയ്തപ്പോൾ ആ ഒരു വർഷം കൊണ്ടൊരു പുതിയ പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞത് ഒരുപാട് പേര് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അന്ന് മമ്മൂക്ക എന്നോട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നിടത്താണ് ഈ ഐഡിയ ആദ്യമായിട്ടുണ്ടാകുന്നത്. നിങ്ങൾ എന്തിനാണ് മറ്റൊരു സ്ഥലത്തിന് പോയിട്ടൊരു ജോലി എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം ആലോചിച്ചുകൂടെ എന്നുള്ളത്. അപ്പോൾ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 5-6 പ്രാവശ്യം പുള്ളിയുടെ ലൊക്കേഷനിൽ പിന്നെയും പോയിട്ട് ഓക്കെ ഇത് പുള്ളി ചുമ്മാ പറയുന്നതാണോ, ഒന്ന് എറിഞ്ഞു നോക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞ പോലെ കുറേ പ്രാവശ്യം സംസാരിച്ച് നോക്കി. അപ്പം അന്ന് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പ്ലാനോ ആഗ്രഹമോ ആലോചനയോ ഉണ്ടെങ്കിൽ എന്നാൽ കഴിയാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറയുന്ന ഘട്ടം പോലും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ വാക്ക്, ആ പറഞ്ഞ ആത്മവിശ്വാസം ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ തന്നെ രീതിയിൽ നമ്മുടെ കുറച്ചുകൂടി ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ, ആളുകളെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ആണ് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്നത്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി സ്വഭാവത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ചെയ്യുന്ന എൻ്റെ മറ്റൊരു സുഹൃത്ത് ഷുക്കോവരാജ് എന്ന് പറയുന്ന സുഹൃത്ത് ഇതിൻ്റെ ഒരു കോഫൗണ്ടറായിട്ട് കൂടി വരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുവാണ്. പ്ലാറ്റ്ഫോം എന്നുള്ള ആലോചന വരുന്ന സമയത്ത് ഉറപ്പായും അതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്ന, ഇപ്പം റിപ്പോർട്ടറിലും അതിനു മുമ്പ് ഇന്ത്യാവിഷനും ചെയ്തിരുന്ന ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് അന്ന് മറ്റ് പ്ലാറ്റ്ഫോമുകൾ ചെയ്തിട്ടില്ലാത്തൊരു ഫിലിം റിവ്യൂ ഷോ ആയിരുന്നു. എല്ലാ ആഴ്ചയും ഇറങ്ങുന്ന 4 ഭാഷകളിലുള്ള സിനിമയുമായി ബന്ധപ്പെട്ട റിവ്യൂ, ടെലിവൈസ്ഡ് റിവ്യൂ ഷോ എന്നുള്ള രീതിയിൽ എല്ലാ ഞായറാഴ്ചയും 8:30 അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ഫോളോവേഴ്സ് ബേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൃത്യമായൊരു ഫോളോവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പല സ്ഥലത്ത് പോകുമ്പോഴും അവരവരുടെ ഫീഡ്ബാക്ക് കിട്ടുമായിരുന്നു. തിയേറ്ററിനും പുറത്തും മോളിലും എല്ലായിടത്തും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഉറപ്പായും അതിന് തുടർച്ചയായി ചെയ്ത ഇൻ്റർവ്യൂസ്, അത് ടെക്സ്റ്റും വീഡിയോ ആയി ചെയ്ത ഇൻ്റർവ്യൂവിനും ഇതേ തരത്തിലുള്ള ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു 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 കളക്റ്റീവ് പെർസ്പെക്റ്റീവിൽ എടുത്തിട്ട് ഈ ഒരു ഫീഡ്ബാക്കിനെ കൂടി പരിഗണിച്ചുകൊണ്ട് ഒരു വെൽ ക്യൂറേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്താൽ അതിന് ഓഡിയൻസ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെരിമെൻ്റൽ മോഡലാണ്. കാരണം ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന 2019 ഈ പറഞ്ഞ ഇവിടുത്തെ ലീഡിങ് ലെഗസി പ്ലാറ്റ്ഫോമുകൾ അവരുടെ ഡിജിറ്റൽ ഇൻട്രാക്റ്റീവ് പ്ലാറ്റ്ഫോമിലേക്ക് ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അവരെല്ലാം ടെക്സ്റ്റ് ഫോക്കസ്ഡ് ആയിട്ട്, എന്ന് ചെയ്യുന്ന ജിനുവിനൊക്കെ നന്നായിട്ട് അറിയാം, ഇൻസ്റ്റൻ്റ് ആർട്ടിക്കിൾ കാര്യമായി കാശ് കൊടുക്കുന്ന സമയത്തായതുകൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രിൻറ്റിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും എല്ലാം തന്നെ ടെക്സ്റ്റിലായിരുന്നു ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു വീഡിയോ ഫസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോവാം. അതിൽ തന്നെ കുറച്ചുകൂടി ഒരു സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ ഒരു 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 കൺവെൻഷണൽ മോഡൽ വീഡിയോ പ്രസൻറ്റേഷൻ ആവരുത്, കുറച്ചുകൂടി ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ തന്നെ ആദ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇനീഷ്യൽ ടീമിന് നമുക്കിതൊരു 4Kയിലെങ്കിലും ഫീല് വരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഏരീസ് തിയേറ്ററിൽ പടം കാണുന്ന ഫീലിലായിരിക്കണം നമ്മുടെ മൊത്തം ഓരോ കണ്ടന്റും പുറത്ത് വരണ്ടേ എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ എടുത്താൽ പൊങ്ങാത്ത ആഗ്രഹം മുന്നോട്ട് വെച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ തന്നെ ഇനീഷ്യലി പറയായിരുന്നു, നമ്മളിതൊരു തിയേറ്ററിൽ ഏരീസിൽ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ഇത് കൊള്ളാമല്ലോ, ലൈറ്റിംഗ് അടിപൊളിയാണ്, വിഷ്വൽ അടിപൊളിയാണ് എന്നുള്ളത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വിഷ്വൽ ക്വാളിറ്റി എന്നുള്ളത് ഒരു പ്രൈമറി കൺസേൺ ആയിരുന്നു. കാരണം അതിൻ്റെ ഒരു കോണ്ടന്റ് ക്വാളിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തർക്കമില്ല. ഞങ്ങൾ അങ്ങനെ ഒരു നിഷ് പ്ലേയേഴ്സ് ആയിരിക്കും എന്ന് തന്നെ തീരുമാനിച്ചിട്ട് ഇറങ്ങിയവരാണ്. നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു വര വരച്ചിട്ടുണ്ട്. ഈ വരയ്ക്ക് അകത്തും ഈ വരയ്ക്ക് പുറത്തും ഞങ്ങൾ പോവില്ല എന്നുള്ളത് അതിനകത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെ ആലോചിച്ചിട്ട് ആ വര മാറ്റി വരച്ചും
അല്ലെങ്കിൽ ആ വര കുറച്ചുകൂടി നേർപ്പിച്ചൊക്കെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോഴും വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോഴും വിശ്വാസം. അത് ആ ഓഡിയൻസ് ഗ്രോ ചെയ്ത് വന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും പറയാവുന്ന പോലത്തെ ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഗ്രോ ചെയ്യിപ്പിച്ചത് ഞങ്ങൾ ഇന്റേണലി ആണ് ഗ്രോ ചെയ്യിപ്പിച്ചെങ്കിൽ ഇതിനെ പുറമേക്ക് ഇതിനെ വളർത്തുന്നത് ഇതിൻ്റെ ഓഡിയൻസ് ആണ്. ഓഡിയൻസിൻ്റെ ഫീഡ്ബാക്ക്. ഇപ്പം ഞാനിപ്പോഴും ഇതിൽ അതാണെങ്കിൽ അറിയായിരിക്കും ആര് ആങ്കർ ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്താലും ഞാൻ പ്രൈമറിലി പോകാവുന്നത് അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്കാണ്. എന്നുവെച്ചാൽ ശരിയാ. ക്യൂ സ്റ്റുഡിയോയിലാണെങ്കിലും ക്യൂവിലാണെങ്കിലും അതിൻ്റെ ഏത് പ്ലാറ്റ്ഫോമിൽ വന്നാലും കമൻറ്റ് ഡ്രിവൺ ആയിട്ടാണ് ഞാൻ അതിൻ്റെ ഫീഡ് കാണുന്നത്. കാരണം എനിക്ക് കൃത്യമായിട്ട് അതിനെ ഫോളോ ചെയ്യുന്നത്. അതിനുള്ള ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പറയാം. കാരണം വെച്ചാൽ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നീണ്ടുപോകുന്ന അറിയില്ല. കാരണം വെച്ചിട്ട് സ്വാഭാവികമായിട്ട് ഞാൻ ചോദ്യം ചോദിച്ചിട്ടാണ് നീട്ടം കൂട്ടാറുള്ളത്. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വർഷം ഗ്യാപ്പ് എടുത്ത സമയത്ത് ഞാൻ ടെക്സ്റ്റ് ഇൻ്റർവ്യൂസ് ആയിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ ഓവർ ദ ഫോൺ വിളിക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ലിജോയുടെയൊക്കെ ഒരു 2 മണിക്കൂർ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഒരു മാഗസിനിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിജോ ഒരു 2 വർഷത്തിനിടയിൽ കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഈ എല്ലാവരോടും നമ്മളിത് കേൾക്കുന്നുണ്ടറിയാൻ നീട്ടിയ മൂളലുണ്ടാവും. സംസാരിച്ച് മൂളിയാണ് പോവുക. അപ്പം ഇതേ സമയത്ത് തന്നെ നമ്മളൊരു അറൗണ്ട് 2 hours ഉള്ള പ്രിയദർശൻ സാറിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സംസാരിക്കുന്ന സമയത്ത് ഞാൻ തലയാട്ടുന്നുണ്ട്, നന്നായി മൂളുന്നുണ്ട്. നമ്മളുടെ ഒരു ഫസ്റ്റ് 2 monthsiനിടയിൽ ആഫ്റ്റർ ലോഞ്ച് ഷൂട്ട് ചെയ്ത ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ എല്ലായിടത്തും നല്ല ഫീഡ്ബാക്കാന്ന് പറയുന്നു. വിനീത് എന്നോട് വിളിച്ചിട്ട് അതിൻ്റെ വിഷ്വൽ ആംഗിളിനെ കുറിച്ച് പറയുന്നു. ഇതിൻ്റെ ലൊക്കേഷൻ അടിപൊളിയായി സെലക്ട് ചെയ്യുന്നത്. ആക്ച്വൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മൂവി ഹൗസ് എന്ന് പറയുന്ന സിനി ഹൗസ് എന്ന് പറയുന്ന പുള്ളിയുടെ തന്നെ വെൽ ഫേർണിഷ്ഡ് ആയിട്ടുള്ള പുള്ളിയുടെ ഫ്ലാറ്റാണ്. അതുകൊണ്ട് കിട്ടിയ ആനുകൂല്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ അതിൻ്റെ ഫീഡ്ബാക്കിൽ എൻ്റെ ഒരു ടേക്ക് അവേ ആയിട്ട് വന്നത്, ഇതെന്തിനാണ് ഇങ്ങനെ മൂളുന്നത്? നിങ്ങൾ മൂളുന്നത് കാരണം ഞങ്ങൾക്ക് ഹെഡ്ഫോൺ മാറ്റി വെക്കേണ്ടി വന്നു. ഇങ്ങനെ മൂളുവാണെങ്കിൽ ഞങ്ങളുടെ ഹെഡ്ഫോൺ അടിച്ചു പോകും എന്നൊക്കെ പറയാണ്. അപ്പോൾ ആ മൂളലിൽ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ആലോചിച്ചത് ഇനി അടുത്ത ഇൻ്റർവ്യൂവിലും തല കൂടുതലെങ്കിലും ആട്ടി ഞങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നാം എന്ന് പറഞ്ഞാൽ. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഒരു ടേക്ക് അവേ ആയിട്ട് എന്നെ കറക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള സംഗതിയായിട്ട് പോലും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഇപ്പം 5 വർഷം പിന്നിടുന്നു. ക്യൂ ആണെങ്കിൽ ക്യൂ സ്റ്റുഡിയോ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണ്. ഞാൻ അതിലൊരു മ്യൂച്വൽ റിസൾട്ടായിട്ടാണ് പറയുന്നത്. നമ്മളൊരു 50% ഈ പറയുന്ന ഞങ്ങളുടെ ലോയൽ വ്യൂവേഴ്സ് എന്ന് വന്ന ഫീഡ്ബാക്കിലൂടെ കൂടി ഡ്രൈവ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. കാർത്തിക്, ഈറ്റ് കൊച്ചി ഈറ്റ് പോലൊരു പ്ലാറ്റ്ഫോം തുടങ്ങുമ്പോൾ ഇത്രയും വർഷങ്ങളായല്ലോ അത്. അപ്പോൾ ഇപ്പോൾ സകലരും ഫുഡ് ബ്ലോഗിംഗ് ആണ്. രാവിലെ എണീച്ച് ഞാൻ 50 ചപ്പാത്തി തിന്നു, ചന്ദ്രേട്ടൻ്റെ കടയിൽ പോയി 25 കോള കുടിച്ചു, അതിലെ ചന്ദ്രനിൽ പോയി ഞാൻ പുട്ട് കഴിച്ചു എന്നൊക്കെയാണ് നമ്മൾ ദിവസവും കാണുന്നത്. അപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ആണല്ലോ, ഫുഡും ആണ്, അത് പ്രശ്നവുമാണ്, അതേസമയം ഭയങ്കര സാറ്റിസ്ഫൈങ്ങും ആണ് കണ്ടിരിക്കാൻ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ശ്രദ്ധ? അത് ഒരാളെ നമ്മളെ റീച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഒരു സ്പേസ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നടത്ത് പോയി നമ്മൾ ആ വീഡിയോ ചെയ്യാൻ? അല്ല, എനിക്കിത് പേഴ്സണലി വലിയൊരു കോമ്പറ്റീഷൻ തോന്നിയിട്ടില്ല. കോമ്പറ്റീഷൻ എപ്പോഴും ഉണ്ട്. അത് ഈ അഗൈൻ നെറ്റ്ഫ്ലിക്സിൻ്റെ CEO പറയുന്നത് ഉറക്കമാണ് അവരുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ കോണ്ടന്റും കോമ്പറ്റീഷനാണ്. അപ്പോൾ ഫുഡിൻ്റെ സെക്ടറിൽ എനിക്ക് അങ്ങനെ ഒരു പരിധിക്കപ്പുറത്ത് കോൺഫിഡൻസ് കുറവില്ലാത്ത റീസൺ നമ്മൾ കുറച്ചുകൂടി ലോക്കൽ സ്പേസിൽ നിൽക്കുന്നു. ഇപ്പം എനിക്കിത് ഈ ഒരു കൺസേൺ എപ്പോഴും ഉണ്ടായിരുന്നു. ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ ആലോചിക്കുന്നത് എങ്ങോട്ടാണ് ഈ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് വരുന്ന സമയത്ത് നമുക്കതൊരു പ്രശ്നമാകുമെന്നുള്ളത്. പക്ഷേ അഗൈൻ അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 3 years എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. ബിക്കോസ് നമ്മൾ ലോക്കൽ സ്പേസിൽ നിൽക്കുന്നുണ്ടും ഇപ്പം ആൾക്കാർക്കൊരു ഹാബിറ്റ് ഉണ്ട്. പുറത്ത് പോകുന്ന സമയത്ത് ഈറ്റ് കൊച്ചിയിട്ടോ അല്ലെങ്കിൽ ലോക്കലി നിൽക്കുന്ന ഫുഡ് പ്ലേയേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു പേജ് എടുത്ത് നോക്കി ഇന്നിവിടെ പോകാൻ തീരുമാനിക്കുന്നു. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടെന്ന് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ്. അപ്പം ഐ റീച്ച്ഡ് എ സ്റ്റേജ്, എനിക്കിപ്പോൾ തോന്നുന്നു നമ്മളിപ്പം ഇത്ര ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും ഇൻഫർമേഷൻ ആദ്യം ആര് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത്, അതാണ് ഇപ്പം എഗൈൻ റെഗുലർ മീഡിയ പോലെ തന്നെ ആദ്യം ആരും ന്യൂസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള അത് മാത്രമാണ് എൻ്റെ ഒരു ലൈക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഈ സ്പേസിൽ വരുന്നതിൽ വലിയൊരു ഒരു പേടി ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ മറ്റേതൊക്കെ ഒരു സൈഡിലൊരു എൻ്റർടൈൻമെൻറ്റ്. ഇപ്പം യൂഷ്വലി ഇപ്പം എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഒന്നെങ്കിൽ ഇൻഫർമേഷൻ അല്ല എൻ്റർടൈൻമെൻറ്റ്, ഈ 2 സെക്ടറിൽ മാത്രമേ കോണ്ടന്റ് ഉള്ളൂ. ചില ആൾക്കാരത് മിക്സ് ചെയ്യും. അപ്പോൾ ഈ ഫുഡിൻ്റെ ഇപ്പോൾ ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സൊക്കെ അതൊരു എൻ്റർടൈൻമെൻറ്റ് സൈഡിൽ വരുന്നതാണ്. എഗെയിൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആൾക്കാർ കഴിക്കാൻ പറ്റുമെന്നുള്ളത്. പലപ്പോഴും ഒരു പ്ലാൻഡ് കോണ്ടന്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമായിരിക്കില്ല. അതൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉണ്ടാകുന്നൊരു എന്താ ഒരു പ്രതിഭാസം. ഒരു പ്രതിഭാസം എന്നുള്ളതിനപ്പുറത്തോട്ട് അതിനെ അത്ര
അതിൽ നിന്ന് പിന്നെ ആ ക്രിയേറ്റർ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതനുസരിച്ചിരിക്കും അവരുടെ ഫ്യൂച്ചർ. ചിലപ്പോൾ അവരത് പിവറ്റ് ചെയ്യും. ഇത് തന്നെ ഈ ഒരേ നമ്പർ വെച്ച് ഒരുപാട് കാലം അപ്പം നമുക്കാണെങ്കിലും പറ്റില്ല. നമ്മളെപ്പോഴും ഫോർമാറ്റ്സ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതവർ ചെയ്താൽ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുള്ള ഓഡിയൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പം അവരെ വെച്ച് അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള എത്ര ഇത് മടുക്കും. ഇതിനൊക്കെ ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് അവരെങ്ങനെ അത് ക്രിയേറ്റീവായിട്ട് അത് മുന്നോട്ട് പോകുന്നതനുസരിച്ചിരിക്കും അങ്ങനത്തെ കോണ്ടന്റുകളുടെ ഒരു ഫ്യൂച്ചർ. ചേട്ടാ അതുപോലെ ഈ സെയിം ക്വസ്റ്റിൻ്റെ വേറൊരു ഫോമാറ്റാണ്. സിനിമ പ്രൊമോഷൻ ഇൻ്റർവ്യൂ പോയി പോയി മടുത്ത ഒരാളാണ് ഞാനും. ഇത്രയും പ്രൊമോഷൻസ് വരുമ്പോൾ നമുക്കതിൽ പിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഇത്രയും കണ്ടന്റ് നമ്മൾ കൊടുക്കാതിരിക്കാനും പറ്റില്ല. അതൊരു റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് ഫീൽഡിൽ നിൽക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ? ഇത്രയും സിനിമയുടെ കണ്ടന്റ് ആൾക്കാർക്ക് ആവശ്യമുണ്ടോ? ഇങ്ങനത്തെ തോട്ട്സുകളൊക്കെ വരാറുണ്ടോ? ഈ ഇവിടെ ഇരിക്കുന്നുണ്ടുള്ള ഒരു പ്രശ്നം വെച്ചാൽ രണ്ട് സൈഡിലേക്ക് ഒട്ടിക്കുന്ന ഒരു പ്രശ്നം. അത് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ പ്രൊഡ്യൂസ് അസോസിയേഷൻ്റെ ഒരു കണക്ക് വന്നത്. 199 സിനിമകളാണ് മലയാളത്തിൽ റിലീസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ പ്രസ് റിലീസ് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയത് ഇതിൻ്റെ PDF കിട്ടുമോ, അങ്ങനെയാണെങ്കിൽ 199 സിനിമയും വായിച്ചു നോക്കാനായിരുന്നു. ഞാനത് പെട്ടെന്ന് അതിൻ്റെ PDF എടുത്ത് നോക്കിയ സമയത്ത് ഒരു 75 സിനിമയുടെ പേരെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. 75 ഞാൻ ചിലപ്പോൾ പറയുന്ന നമ്പർ കൂടുതലായിരിക്കും. ഓക്കെ, ഒരു 50 സിനിമയുടെയെങ്കിലും പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത് അതിൻ്റെ പബ്ലിസൈസിങ് പാർട്ടിലോ ഇവിടെ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ പേര് കേട്ടിട്ട് ചിലപ്പോൾ പോസ്റ്ററൊക്കെ കണ്ടിട്ടാണ് നമ്മളും ഓർമ്മയിലേക്ക് തങ്ങി നിൽക്കാത്തതാവാം. നമുക്കറിയാം ഏതൊക്കെ സിനിമയാണ് ശ്രദ്ധിക്കപ്പെട്ടതെന്ന്. കാരണം വെച്ചാൽ ഞങ്ങൾ ഇന്നലെ നമ്മുടെ റൗണ്ട് ടേബിൾ ഷൂട്ട് ചെയ്തിട്ട് കൂടിയാണ് വരുന്നത്. അതിൽ ചിദംബരം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത പ്രധാനപ്പെട്ട ഒരു യു സ്റ്റുഡിയോയുടെ ഒരു സംഗതി എന്ന് പറയുന്നത് മാളത്തിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുള്ള ഫുൾ ഈ മഞ്ഞുമൽ ബോയ്സ് ടീം മുഴുവനായിട്ട് വന്ന സംഗതിയായിരുന്നു. അതിൻ്റെ വേറെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചിദംബരം പറഞ്ഞത് ഇതിൻ്റെ ക്ലോഷർ കമൽഹാസൻ കാണാൻ വേണ്ടിയിട്ട് കാണുന്നതാണെന്നായിരുന്നു. കമൽഹാസനെ കാണാനുള്ള എഫേർട്ട് എടുത്തതും ബാക്കി എല്ലാം ചെയ്തതും ചിദംബരം ആണെങ്കിൽ പോലും ഈ വീഡിയോയുടെ ഈ പോർഷനും പിന്നെ കമലിനെ മീറ്റ് ചെയ്യുന്ന പോർഷനും കൂടി ക്ലബ് ചെയ്തിട്ട് നമ്മളുടെ മറ്റേ വിഷ് സെറ്റ് ചെയ്ത് കൊടുത്ത പ്ലാറ്റ്ഫോം പോലെയായിട്ട് ട്വിറ്ററിലൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ടായിരുന്നു. ബാക്ക് ടു ഇതിൽ ചോദ്യത്തിലേക്ക് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ഒരു 500 പേരിൽ താഴെയുള്ളൊരു ഇൻഡസ്ട്രിയാണ്. അതിൽ നമുക്കൊരു 75% ആളുകളെയും വ്യക്തിപരമായിട്ട് അറിയാം. ഇപ്പം ജിനുവിന് കുറച്ചുകൂടി മനസ്സിലാവുമായിരിക്കും. കാരണം നമ്മളെല്ലാം പരിചയക്കാരാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഇന്ത്യ വിഷൻ മുതൽ ഇങ്ങോട്ട് വരുമ്പോഴാണെങ്കിൽ പല തരത്തിൽ പരിചയപ്പെട്ടുള്ള ചേട്ടാ ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, 2 വർഷത്തിനുള്ളിൽ സിനിമ അടക്കും, അടുത്ത മാസത്തിലേക്ക് നടക്കുമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അത് 5-ാം വർഷത്തിൽ നടത്തിയ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ വ്യക്തിബന്ധം ഭയങ്കര മാറ്ററാണ്. നമ്മൾ ഈ പറയുന്ന ഇൻ്റർവ്യൂസും ഇൻറ്ററാക്ഷനൊക്കെ അത് വ്യക്തിബന്ധം ഒരുപക്ഷെ ഒരു ഇൻ്റർവ്യൂവിൽ പോലും പ്രതിഫലിക്കാറുണ്ട്. ഞാൻ പറയില്ല, നമ്മൾ റാപ്പോ എന്നൊക്കെ പറയുന്ന പോലെ രണ്ടുപേരും സംസാരിക്കുമ്പോഴുള്ളൊരു മാനസിക പൊരുത്തവും മനപ്പൊരുത്തൊക്കെ നല്ല രീതിയിലുള്ള സംസാരമായിട്ട് മാറും എന്നുള്ളത് അനഘിക്കും അറിയാമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വരുന്ന സെലക്ഷനിൽ ഒരു ഫിൽറ്ററിങ് ഓപ്ഷൻ ഇല്ലാതാക്കുന്നത് നമ്മൾക്ക് അങ്ങനെ വളരെ ഒരു മുൻവിധിയോടെ സമീപിക്കാൻ പറ്റില്ലല്ലോ. ഈ സിനിമ നമുക്ക് എടുക്കാം, ഈ സിനിമ സെലക്ട് ചെയ്യാതിരിക്കാം എന്നുള്ളത്. അപ്പോഴും ഒരു ഫിൽറ്ററിങ് നടക്കാറുണ്ട്. ഇത് വെറുതെ ഞാൻ പറഞ്ഞതൊരു ചുമ്മാ തിയേറ്ററിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത സിനിമയല്ല. വേറെ എന്തൊക്കെയോ ഇപ്പം മറ്റു പല അഭിനയ താല്പര്യങ്ങളോ വേറെ എന്തെങ്കിലും സംഗതിയായിട്ട് ചുമ്മാ ഒരു സിനിമ എന്നുള്ളത് ഇപ്പം ഞാൻ പണ്ടൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ പറയായിരുന്നു, ഒരു വിക്കിപീഡിയയിൽ പേര് ചേർക്കാൻ വേണ്ടി വന്ന പോലത്തെ സിനിമയൊക്കെയാണ് എന്ന് പറയായിരിക്കും. അപ്പോൾ ചില കാര്യത്തിൽ അങ്ങനെ ഫിൽറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ പോലും നമുക്കൊരു 70% കൺസിഡർ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമുക്ക് അങ്ങനെ അതിലൊരു ക്ലാസ്സോ ക്ലാസിഫിക്കേഷനോ പോസിബിൾ അല്ലല്ലോ. ഓക്കെ, ഇന്ന ആളുകളുടെ സിനിമ എടുക്കാം, അല്ലെങ്കിൽ ടയർ എയിലുള്ളവരുടെ സിനിമ മാത്രം നമുക്ക് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടോ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടോ ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയി കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ എ എന്ന് പറയുന്നത് ടയർ എക്സ് എന്നുണ്ടായി മേളിലേക്ക് വന്ന സംഗതി കൂടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മലയാള ഇൻഡസ്ട്രി അങ്ങനെ തന്നെ, മലയാള ഇൻഡസ്ട്രി താരരഹിതമായിട്ട് കൂടി ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി. അപ്പം നമുക്കങ്ങനെ ഏത് തരത്തിൽ ഫിൽറ്റർ ചെയ്യുന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ കൂടുതൽ പേരും ഇപ്പോൾ പറയുന്നില്ലേ, ഇതിനെ ഒരു പബ്ലിസൈസ് ചെയ്യാന്ന് പറയുന്നത് അവർ പലതരത്തിൽ ഇപ്പം ഒരു സിനിമയിൽ ഇപ്പം നമ്മളോട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാനതിൽ 3-4 സീനിൽ അഭിനയിച്ചിട്ടുള്ളൂ, പക്ഷേ എനിക്ക് സോഷ്യൽ മീഡിയയിലേക്ക് അപ്രീസിയേഷൻ കിട്ടാറുണ്ട്, ഏതെങ്കിലും തരത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു എൻക്വയറി വന്നാൽ നമ്മൾ ഉറപ്പായും അത് കൺസിഡർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ കൺസിഡർ ചെയ്യപ്പെടുന്ന, അപ്പോൾ നമ്മൾ വെറുതെ പറയില്ല, ഒരു ബിലോ ദ ലൈനിൽ നിന്ന് വരുന്നൊരു കോളാണെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് ആ ഫിൽറ്റർ എന്നുള്ളത് ഏതൊക്കെ അർത്ഥത്തിൽ ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. രണ്ടുപേരുടെയും കണ്ടന്റിന് സ്വഭാവം എന്ന് പറഞ്ഞാൽ അവിടെ വളരെ ഷോർട്ടായിട്ടുള്ള കണ്ടന്റാണ് പോകുന്നത്. ആൾക്കാർക്ക് അതാണ് ഇഷ്ടവും. അടുത്ത സ്ക്രോൾ ചെയ്ത് അടുത്തത് എന്ത് കിട്ടും എന്നുള്ള ഒരു ബ്രെയിൻ റോട്ട് തന്നെ എനിക്കും പേഴ്സണലി സംഭവിക്കാറുണ്ട്.
മനീഷേട്ടൻ്റെ നമ്മുടെ ക്യൂവിലെ കണ്ടന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ ലെങ്ത് ഉള്ളൂ. ഒന്ന് ഇൻ്റർവ്യൂ കുറച്ചെടുത്തൂടെ എന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇത്രയും നിങ്ങൾ പഠിച്ചതൊന്നും ഞങ്ങളെ കേൾപ്പിക്കണ്ടെന്ന് എനിക്കും പേഴ്സണലി മെസ്സേജ് വരുന്നുണ്ട് പല ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ നേരത്തെ. അപ്പോൾ 2 ലെങ്ത് ആണല്ലോ ഈ കണ്ടന്റിന്. അപ്പോൾ ഇവിടുത്തെ ഈ ലെങ്ത് കൂടിയ കണ്ടന്റിൻ്റെ സ്വഭാവം അവിടെ ഞങ്ങൾക്ക് കുറച്ചുകൂടി പറയാൻ പറ്റുമായിരുന്നു എന്നൊരു തോന്നൽ അപ്പുറത്തും, അല്ല നമുക്ക് കുറയ്ക്കായിരുന്നു എന്ന് ഇപ്പുറത്തും രണ്ടുപേർക്കും ഈ ഫീലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആവാറുണ്ടോ? കാർത്തിക്കിന്ന് ഞാൻ ആദ്യം ഒരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നമ്മുടെ ഒരുപാട് കാലത്തെ പ്രശ്നം വെച്ചാൽ യൂട്യൂബ് ഷോർട്സ് ഉണ്ട്. നമ്മൾ യൂട്യൂബിലൊന്നും ആയിട്ടില്ല. ലൈക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ലോക്കൽ പേജസിൻ്റെ. കാര്യം നമ്മുടെ ഒരു നേച്ചർ അല്ലെങ്കിൽ ഒരു കൺവേർഷൻ നടക്കുന്നത് ഈ ഇൻബോക്സ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സർവൈവ് ചെയ്യുന്നത്. കാര്യം ഇപ്പം ഈറ്റ് കൊച്ചിയുടെ ആണെങ്കിൽ ഒരു ഫുഡ് സ്പോട്ട് കണ്ടു, അത് അയാളുടെ ഫ്രണ്ടിനോ അല്ലെങ്കിൽ വൈഫിനോ അയച്ചു കൊടുത്ത് നമുക്ക് ഇന്നവിടെ പോകാം, അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. അപ്പം ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എനിക്ക് യൂട്യൂബിൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം ഇതിൻ്റെ ഒരു അപ്പം എനിക്ക് ഒരുപാട് കാലത്തെ പ്രശ്നമായിരുന്നു ഷോർട്സ് 60 സെക്കൻഡാണ്, എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇത് 90 സെക്കൻഡാണ്. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് മാറിയത്. ഇത് രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട്. അതുകൊണ്ട് പിന്നെ നമ്മളൊരു സ്റ്റേജ് കഴിയാൻ തീരുമാനിച്ചു, നമുക്കത് വേണ്ട, നമുക്ക് ഇൻസ്റ്റാഗ്രാം തന്നെ ഫോക്കസ് ചെയ്യാം, ഉള്ള കോണ്ടന്റ് അവിടെ തന്നെ ഇട്ട് പോകാം എന്നുള്ളത്. അപ്പം ലെങ്ത് ഡെഫിനറ്റ്ലി എപ്പോഴും നമുക്കൊരു പ്രശ്നമാണ്. ഷോർട്ട് ആക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ടാസ്ക്. അപ്പം നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിനാദ്യം ഒരു 3 സെക്കൻഡ്, ഇപ്പം ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ടല്ല, ഇപ്പം നിങ്ങളിത് ഒരു റീല് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. അപ്പം മിക്കവാറും നിങ്ങൾക്കിത് പഠിച്ചിട്ടുണ്ടാവും. എനിക്കിത് പറഞ്ഞു തന്നത് ജിനു തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ 3 സെക്കൻഡിലാണ് എല്ലാ കളി ഇരിക്കുന്നത്. അപ്പോൾ ആ 3 സെക്കൻഡ് തന്നെ നമ്മൾ ചിലപ്പോൾ അര സെക്കൻഡിൽ ഇത് വേണം, അല്ലെങ്കിൽ അടുത്ത അര സെക്കൻഡിൽ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഒരു 0.25 സെക്കൻഡിൽ ഇന്ന ഗ്ലിംസ് വെക്കണം. അപ്പോൾ അങ്ങനെയാണിത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരുപാട് സമയം. പക്ഷെ ഇപ്പം നമ്മളത് ക്രാക്ക് ചെയ്തു, എങ്കിൽ പോലും അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പം നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യും ലെങ്ത് ഉള്ള കോണ്ടന്റ് എൻജോയ് ചെയ്യാൻ പറ്റിയത് നന്നായതിനെ. പക്ഷെ എനിക്ക് തോന്നുന്നു ടു ആൻ എക്സ്റ്റെൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളിത് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നതുകൊണ്ട് ലെങ്തി കോണ്ടന്റുകൾ കണ്ടിരിക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ നമ്മുടെ ഡ്രീം എപ്പോഴും നമുക്കൊരു ഇതുപോലെ തന്നെ ഒരു യൂട്യൂബിലൊരു സീരീസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് എനിക്ക് കുറച്ചുകൂടെ പ്രൊഡക്ഷനിൽ നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ആ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടന്റ് ലെങ്ത് കുറയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര തലവേദനയാണ്. ഈ ക്യൂവിൻ്റെ കാര്യത്തിലും ക്യൂ സ്റ്റുഡിയോ 2 പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ദ ക്യൂ എന്ന് പറയുന്ന നമ്മുടെ ന്യൂസ് ഇൻറ്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ അവിടെ ഒരു ന്യൂസ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് ആയിരിക്കും പലപ്പോഴും പരിഗണിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ ജോസി ജോസഫ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ്, നിങ്ങൾക്ക് ഒന്നുകൂടി ഫെമിലിയർ ആകാൻ പറയുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് അനൗൺസ് ചെയ്ത ഇന്ത്യയിലെ ഫസ്റ്റ് ഈ ഇൻസൈഡ് ജയിൽ സ്റ്റോറി സീരീസ് ആയിട്ടുള്ള ബ്ലാക്ക് വാറൻറ്റിൻ്റെ പിന്നെ കോ പ്രൊഡ്യൂസർ കൂടിയായിട്ടുള്ള കോൺഫറൻസിന് വേണ്ടിയിട്ട് ജോസിയുടെ ഒരു ലെങ്തി, എനിക്ക് തോന്നുന്നതൊരു 2 മണിക്കൂർ ഇൻ്റർവ്യൂ നമ്മളാണ് എടുക്കുന്നത്. രസം എന്ന് വെച്ചാൽ ജോസിയുടെ ഇൻ്റർവ്യൂ പുള്ളിയുടെ വീട്ടിൽ നിന്ന് എടുക്കുന്നത്. പുള്ളി ഡൽഹിയിൽ നിന്ന് അവിടെ വന്ന സമയത്ത് ആലപ്പുഴയിലെ വീട്ടിൽ പുള്ളിയുടെ ഫാദർ കുറേ സമയം നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂറായി കാണിച്ചാൽ പുള്ളി ഞങ്ങളെ ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇരുട്ടി ഇവർ നിർത്തുന്നില്ല, അരമണിക്കൂറായി 3/4 മണിക്കൂറായി. പുള്ളി എന്നിട്ട് ലാസ്റ്റ് മോൻ നന്നായി വേറൊക്കെയുണ്ട്, 2 ഷർട്ട് മാറ്റിയിട്ട് അകത്തുനിന്ന് എടുത്തോ കൊതുക് കടിക്കുന്നു പറഞ്ഞിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇൻ്റർവ്യൂ നോക്കി അറിയാം രണ്ടുപേരും കോസ്റ്റ്യൂം മാറിയിട്ട് പാർട്ട് 2 എന്ന് പറയുന്നത് മറ്റൊരു ഡ്രസ്സിൽ അകത്തുനിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 എപ്പിസോഡും 3 എനിക്കൊന്ന് 2 മണിക്കൂറുണ്ട്. ഈ ഇൻ്റർവ്യൂവിന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ലാസ്റ്റ് ശ്രീകണ്ഠൻ നായരുടെ ഇൻ്റർവ്യൂ എടുത്ത സമയത്തൊക്കെ ഇപ്പോൾ മീഡിയ ഹൗസ് ഒന്ന് വരുന്നുണ്ട്. പക്ഷേ ഒരു മുൻപരിചയമില്ലാത്ത ലാൻഡ് ഫോൺ എന്നൊക്കെ നമ്പർ വാങ്ങിച്ചിട്ട് ഇപ്പോൾ പാലയിൽ നിന്ന്, കേരളത്തിന് പുറത്തുനിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, ഇപ്പോൾ പിന്നെ മദ്രാസ് IIT നിന്ന്, അങ്ങനെ എനിക്ക് തോന്നുന്നത് രാജ്യത്തിൻ്റെ പല കോണുകളിൽ നിന്നും വിളിച്ചിട്ട് ഈ ഇൻ്റർവ്യൂ നിങ്ങൾ ഇവിടെ ഇത്രയും സമയം കൊണ്ട് അവസാനിപ്പിച്ചത് ശരിയായില്ല, നിങ്ങൾക്കത് സീരിയലൈസ് ചെയ്തുകൂടെ? നമ്മുടെ സന്തോഷ് ജോർജിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോം അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, 10 എപ്പിസോഡൊക്കെ ആയിട്ട്. നിങ്ങളിത് മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ചെയ്യണം, നിങ്ങളത് നെക്സ്റ്റ് ടൈം ചെയ്യുവാണെങ്കിൽ അതൊരു ഇൻ്ററാക്റ്റീവ് സെഷനായിട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഡിഫറെൻ്റ് ആണ്. അത് ബ്രാൻഡ് വൈസും ഗുഡ് വിൽ വൈസും സോഷ്യൽ ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിലും വ്യത്യാസമുള്ള സംഗതിയാണ്. അപ്പോൾ നമ്മളുടെ പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു ഡിസിഷനാണിത്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു പെട്ടെന്നൊരു ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതി നമ്മൾ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ കണ്ട് നമ്മളുടെ അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളെടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും. ചിലപ്പോൾ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഈ പിന്നെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം എന്ന് പറയുന്നത്. ഞാൻ ഈ കൊച്ചിയുടെ സംഗതിയിൽ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ടോ ഇതിനിടയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്താൽ നിയർ
നിയർ ഡെസ്റ്റിനേഷനിൽ ഇപ്പം എനിക്ക് ഞായറാഴ്ചയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇന്നത് കഴിക്കാൻ സെർച്ച് ചെയ്താൽ കിട്ടുന്ന ഒരു ഓപ്ഷൻ ഇൻസ്റ്റഗ്രാമിൽ പെട്ടെന്ന് കിട്ടാനില്ലല്ലോ, നമ്മൾ ഹാഷ്ടാഗ് വേറെ അത് പറയാൻ വേണ്ടി. കാരണം വെച്ചാൽ നമുക്ക് നേരത്തെ അറിയാം, എനിക്കൊന്ന് മനാഫിൻ്റെ ഒക്കെ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ടേസ്റ്റി സ്പോർട്സ് ജിനുവിന് അറിയാം, അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൂടി ഓപ്ഷൻ നിങ്ങൾ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് പറയാൻ, ഇതിൻ്റെ പിന്നാലെയോ ഇതിനിടയിലോ പറയാനിരിക്കാം. ആ കാര്യത്തിൽ കുറച്ചുകൂടി ഷോർട്ടർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് വ്യൂവർ എന്നുള്ള രീതിയിൽ. ഇപ്പുറത്ത് ഇതാണ്, ഇത് വ്യൂവേഴ്സിൻ്റെ കൂടി പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴും കുറച്ചുകൂടി ലെങ്തി വേർഷൻ വേണം. ഇങ്ങനെ ഒരു സീരിയലൈസ് ചെയ്തിട്ടുള്ള ഇൻട്രാക്ഷൻ ആകുമ്പോൾ ചിലപ്പോൾ ഒരു പ്രൊമോഷണൽ ഇൻ്റർവ്യൂ എന്നുള്ള സമയത്ത് ഒരു 20-25 മിനിറ്റ്സിനപ്പുറത്തേക്ക് അതിന് ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ അതേസമയം തന്നെ നമ്മളിപ്പം ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഒരു മാസ്റ്റേഴ്സിനെ, ഒരു ലെജൻഡറി ഫിലിം മേക്കറിനെ ഇൻറ്ററാക്ട് ചെയ്യുന്ന സെഷൻ ആകുമ്പോൾ അത് 2.5 മണിക്കൂർ പോയാലും ആളുകൾ കാണും. കാരണം ഞാൻ സിബി സാറിൻ്റെ എടുത്തത് 4 എപ്പിസോഡാണ്. ആ 4 എപ്പിസോഡ് കഴിഞ്ഞിട്ടും എവിടുന്നെങ്കിലൊക്കെ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സദയം സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് എടുത്തുകൂടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിരീടം കുറേ ചോദ്യങ്ങൾ നിങ്ങൾ മിസ്സായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. കാരണം വെച്ചാൽ അവരുടെ 40ഓളം സിനിമകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഇത് നമുക്ക് 2.5 മണിക്കൂറിൽ തീർക്കാൻ പറ്റില്ല. ഇതിലൊരു ആഡ് ഓൺ കൂടി ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ വിശാൽ മേനോൻ ഫിലിം നമ്മുടെ ഹോളിവുഡ് റിപ്പോർട്ടറിന് വേണ്ടി ചെയ്ത അനുരാഗ് കശ്യപിൻ്റെ ഗംഭീരമായിട്ട് എടുത്തൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് വരുന്നത്. അതൊരൊറ്റ എപ്പിസോഡിൽ 1 hour പ്ലസ് ആണ്. അതൊരു 1.5 ദിവസം കൊണ്ടാണ് 5 ലക്ഷത്തിൽ കൂടുതൽ പേര് കണ്ടു. കാരണം വെച്ചാൽ അവരുടെ നയൻതാര ഇൻ്റർവ്യൂവിനേക്കാളും നമ്പർ അത് കണ്ടു കഴിഞ്ഞു. കാരണം വെച്ചാൽ നയൻതാര ആഫ്റ്റർ 3 years ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞു മാത്രമല്ല അതിൻ്റെ ഇമ്പാക്ട് ഹെവി. വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ നോക്കുമ്പോൾ വിക്രമാദിത്യ മോട്ട്വാനെ അനുരാഗ് കശ്യപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കോ പ്രൊഡക്ഷൻ ചെയ്യുന്നവരും കൊളാബറേറ്റീവ് ഇതൊക്കെ ചെയ്യുന്നവരാണ്. മോട്ട്വാനെ എഴുതിയിട്ടുണ്ട് അനുരാഗിനെ ഈ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള, അനുരാഗ് എന്താണെന്ന് മറ്റുള്ളവർക്ക് വിശദീകരിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഇപ്പോഴാണ് കാണുന്നത് എന്നുള്ളത്. വെച്ചാൽ ഇത് ഒരു ഇമ്പാക്ട് സൈഡാണ്. ഞാൻ പറഞ്ഞൊരു വ്യൂവിൻ്റെ സൈഡുണ്ട്, വ്യൂവേഴ്സ് പെർസ്പെക്റ്റീവ് ഉണ്ട്. അതിലൂടെ ഒരു ഞാൻ പറയുന്നത് ഈ സോഷ്യൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വൈസ് ഇമ്പാക്റ്റ് കൂടി പ്രധാനമാണെന്ന് വരുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നീളം കൂട്ടാം എന്ന് കൂടുതൽ, ഇനി അത് മോർ എപ്പിസോഡ്സ് വേണം, ഇതിനൊരു എപ്പിസോഡിക്കലാക്കണം എന്ന ആലോചനയിലേക്ക് ഇപ്പം എത്തിയിട്ടുള്ള ആളാണ് ഞാൻ. ഒരു സമയത്ത് കണ്ടന്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ചെയ്യുന്നില്ല. അതായത് കലൂരുള്ള റെസ്റ്റോറൻറ്റ്സിനൊക്കെ നമ്മളൊരു EKE കലൂർ എന്ന് പറഞ്ഞൊരു #, കാക്കനാടുള്ള EKE കാക്കനാട്. പക്ഷെ ഇത് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, ഞാനത് പബ്ലിക്കലി പറഞ്ഞില്ലെങ്കിൽ പോലും ഇതാരൊക്കെയോ കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ റെസ്റ്റോറൻറ്റുകൾ ഇത് ആഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് സെർച്ച് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ മാത്രമല്ല ബാക്കി എല്ലാ കണ്ടന്റുകളും വന്നു തുടങ്ങി. പിന്നെ നമ്മളത് നിർത്തി. ഇത് അങ്ങനെ ഒരു ഫീച്ചർ വരുവാണ്. ഞാൻ പക്ഷേ റീസെൻ്റ്ലി ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ മിഷ്ലിൻ ഒരു ആപ്പുണ്ട്, മിഷ്ലിൻ സ്റ്റാർ ചെയ്യുന്ന അവർക്കൊരു ആപ്പുണ്ട്. അപ്പോൾ അവരതിനകത്ത് അവർ കുറേ സ്ഥലങ്ങളെല്ലാം വെച്ചിട്ട് ഒരു മാപ്പിനകത്ത്, പക്ഷേ അത് സെപ്പറേറ്റ് ആപ്പാണ്. ഇൻസ്റ്റാഗ്രാമിന് അങ്ങനെ ഒരു ഫീച്ചർ ഇല്ല. വരുവാണെങ്കിൽ ഭയങ്കര സൗകര്യമായിരുന്നു. 2 തരത്തിലുള്ള ലെങ്തും 2 രീതിയിൽ വർക്കാവും തന്നെയാണ് വിശ്വസിക്കുന്നത് രണ്ടുപേരും അല്ലേ? ഓക്കെ. ഇൻസ്റ്റയിലാണെങ്കിലും കണ്ടന്റ് ഭയങ്കര നല്ലതാണെങ്കിൽ ചില ക്രിയേറ്റേഴ്സിനൊക്കെ, എനിക്കൊന്ന് ഗോവിന്ദിൻ്റെ ഒക്കെ കേരള ഫുഡി, അവൻ്റെ ചില കോണ്ടന്റുകളൊക്കെ ലെങ്ത് ഉള്ള കോണ്ടന്റുകൾ, പക്ഷെ അത് അത്ര എൻഗേജിങ് ആണെങ്കിൽ കണ്ടിരിക്കുമെന്ന് തോന്നുന്നു റിഗാർഡ്ലെസ് ഓഫ് പ്ലാറ്റ്ഫോം. പക്ഷെ എനിക്കൊന്ന് പ്ലാറ്റ്ഫോം as such പ്രിഫർ ചെയ്യുന്നത് അണ്ടർ 90 സെക്കൻഡ് വീഡിയോസിലാണ് ഇൻസ്റ്റാഗ്രാം. വൈറാലിറ്റി ഇതിൻ്റെ ഒരു വലിയ ഫാക്ടറാണല്ലോ. വൈറലാവുക എന്നുള്ളതാണ്. നമ്മളിപ്പം കോണ്ടന്റ് ക്രിയേഷനിൽ വളരെ വ്യത്യസ്തരായിട്ട് നിലനിൽക്കാൻ ശ്രമിച്ചാലും ഇന്നിപ്പോൾ പുഷ്പയുടെ പാട്ടായിരിക്കും ട്രെൻഡ്. അതിൽ നിങ്ങൾ എത്ര മോശപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ഫീഡിൽ നമ്മളുടെ കോണ്ടന്റ് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് പെർഫോം ചെയ്യുന്നത് ഒരു വലിയ പ്രഷർ കൂടിയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഡാൻസ് സ്കൂളൊക്കെ വെച്ചിട്ട് കോണ്ടന്റ് ഇട്ടുകൂടെ എന്ന്, അപ്പോഴപ്പോഴും വരുന്ന പാട്ടിനനുസരിച്ച്. അപ്പം എനിക്കത് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ, അങ്ങനെ താല്പര്യമില്ലാതിരിക്കാൻ പാടില്ല, യു ഷുഡ് ഡു എന്ന് എന്നോട്, എനിക്കൊരു പ്രഷറുണ്ട് അങ്ങനെ ഔട്ട് സൈഡിൽ നിന്ന്. പാരൻസിൻ്റെ അടുത്ത് നിന്ന് പോലും അങ്ങനെ ഒരു പ്രഷർ, എന്താ ടീച്ചറങ്ങ് ചെയ്യാതിരിക്കുന്നതെന്ന് ചോദിക്കും. എനിക്കിതൊന്നും ആൻസർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൂടി അറിയത്തില്ല. അപ്പോൾ ഈ വൈറലാവുക, ഇപ്പോൾ പ്ലാൻ ചെയ്ത് വൈറലാവുക പോലെയുണ്ട്. ഇപ്പം നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ കേസിന് ഇപ്പം മൈക്കെറിഞ്ഞ് ഊരിപ്പോകുന്നതും കോണ്ടൻ്റാണ്. വളരെ സുന്ദരമായ ലോക്കൽ ഭാഷകളെ വളരെ വൃത്തികേടായിട്ട് അവതരിപ്പിക്കുന്നതും ഇൻ്റർവ്യൂസിലൊരു രസമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. അത് കാണാനും ആളുണ്ട്. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാണോ എന്നറിയില്ല, ബട്ട് വ്യൂ ഉണ്ട്. അപ്പോൾ ഈ വൈറലാക്കി വിജയിക്കുക എന്നുള്ളൊരു സാധനം കോണ്ടന്റ് ക്രിയേഷനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് രണ്ടുപേരും വിചാരിക്കുന്നത്? വൈറാലിറ്റി പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇൻ ജനറൽ. പക്ഷെ അഗെയിൻ നമുക്ക് ചില വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് ഒരു മുൻവിധി കിട്ടാറുണ്ട്, ലൈക്ക് ഇത് പബ്ലിഷ് ചെയ്താൽ വൈറലാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്.
പിന്നെ അഗൈൻ ഞാൻ പേഴ്സണലി ഇപ്പോൾ ഒരു ക്രിയേറ്ററിനോട് ഇത് വെരി ഡിഫറെൻ്റ് ഒപ്പീനിയൻ. ജനറലി എല്ലാവരും ട്രെൻഡുകൾ ഫോളോ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ പോലും എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല. പീറ്റ് കൊച്ചിയിലാണെങ്കിലും വൈറൽ മ്യൂസിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അഗെയിൻ അത് ആ പ്ലാറ്റ്ഫോമിന് അതിൻ്റെ ഐ മീൻ നമ്മുടെ പേജിന് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം. എനിക്കെപ്പോഴും പുതിയ ഒരാൾ ചെയ്ത് വെച്ചത് ഒരാൾ ചെയ്യുന്നതിനേക്കാളും കാണാൻ താല്പര്യം ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഒറിജിനൽ ഐഡിയ കാണാൻ വേണ്ടിയാണ്. പക്ഷേ അഗൈൻ ഇൻസ്റ്റയിൽ വൈറലാക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ പ്ലാൻ ചെയ്താൽ. ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ബൈ സെക്കൻഡ് ആയിട്ട്. പിന്നെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ, അത് ആൾക്കാർ പ്രഡിക്റ്റ് ചെയ്യുന്നതിന് അപ്പുറത്തോട്ടൊരു സംഭവം നമുക്ക് ഇടാൻ പറ്റിയാൽ അതിനെപ്പോഴും ഒരു വൈറൽ ആംഗിൾ കൂടുതലാണ്. ഇപ്പം പിന്നെ അല്ലാതെ പ്ലാൻ ആയിട്ട് വരുന്ന ഒരു സെലിബ്രിറ്റി ഇപ്പം നമ്മുടെ കൂടെ ഒരു കുക്കിംഗ് ഇപ്പം നമ്മൾ നാനിയായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. അത് അഗൈൻ ലോങ് ഫോർമാറ്റ് ചെയ്തു. പക്ഷേ അഗൈൻ അത് വർക്കായി. അപ്പോൾ അതാ ഒരു നാനി എന്ന് പറഞ്ഞ ഫാക്ടറാണ് അതിനകത്തെ വൈറൽ ആംഗിൾ. ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ എലമെൻറ്റ് കൊണ്ടുവന്നാൽ ചിലപ്പോൾ നമുക്കത് വൈറലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം ഫുഡ് വീഡിയോ തന്നെ വരുന്നു, അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഇത് കൊള്ളാമല്ലോ എന്നുള്ള രീതിയിൽ വരും. പിന്നെ നമ്മുടെ കേസിൽ നമുക്കൊരു ബ്ലെസ്സിങ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടീം ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആൾക്കാർ കാണുന്നുണ്ട്. ഇതിനകത്തൊരു ഫിൽറ്ററിങ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഓക്വേർഡ് സൈഡിലോട്ട് പോകാൻ ഉള്ള ചാൻസുകൾ ഭയങ്കര കുറവാണ്. പിന്നെ പലരുടെ ഇൻപുട്സ് ഉണ്ടാവും. അപ്പോൾ ഒരു കുറേ കൂടെയൊക്കെ പ്ലാൻ ചെയ്ത് നമുക്ക് ഹിറ്റ് വീഡിയോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചിലപ്പം ഇതെങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഉള്ള പേജ് ആയതുകൊണ്ടായിരിക്കാം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും ഒറിജിനൽ കോണ്ടന്റുകൾ ചെയ്യാൻ തന്നെ പറയാറുള്ളൂ. മ്യൂസിക് എടുത്ത് വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല. പക്ഷേ അതൊരു മെത്തേഡാണെന്നുള്ളതാണ്. ഇതിൽ എക്സാമ്പിൾ പറഞ്ഞ് പറയുകയാണെങ്കിൽ നമ്മുടെ ഷോയെക്കുറിച്ച് ന്യൂന് അറിയായിരിക്കും. നമ്മൾ ആവേശകലാട്ട എന്ന് പറഞ്ഞിട്ട് ഫഹദിനെ വെച്ചിട്ടൊരു ഷോ ചെയ്തിരുന്നു. അപ്പോൾ ഫഹദിൻ്റെ നമ്മൾ ചെയ്ത ഇൻ്റർവ്യൂക്ക് ഏതെങ്കിലും തരത്തിൽ ട്രെൻഡ് ആവുമോ വേറെ തരത്തിൽ നമ്മളറിയാതെ വൈറൽ സ്വഭാവത്തിലാവുകയായിരുന്നു. അതിൽ ഇത്തവണ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തു, ഒന്ന് ഞാൻ ഫഹദിനെ ഇൻ്റർവ്യൂ ചെയ്യില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫഹദ് ഒരു പക്ഷേ ഒരു എക്സ്ക്ലൂസിവിറ്റി ഉള്ള ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ക്യൂ സ്റ്റുഡിയോ ആണ്. അറിയാവുന്നറിയില്ല, വിക്രം സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഫഹദിൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ, ആ വിക്രം സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഫഹദ് ഒരു ഇവൻറ്റിലും പങ്കെടുത്തില്ല, ഇൻ്റർവ്യൂസിൽ പങ്കെടുത്തില്ല. അദ്ദേഹം 2 വർഷത്തിന് ശേഷമുള്ള ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ വരുന്നത് ക്യൂ സ്റ്റുഡിയോയിലാണ്. ക്യൂ സ്റ്റുഡിയോയുടെ ലോഞ്ച് ചെയ്യുന്നതും ആ ഇൻ്റർവ്യൂവിൽ വെച്ചിട്ടാണ്. ക്യൂ സ്റ്റുഡിയോയിൽ ഫസ്റ്റ് കണ്ടന്റ് ആയിരുന്നു അത്. ഫഹദ് അവിടെ വെച്ചിട്ട് ക്യൂ സ്റ്റുഡിയോ ലോഞ്ച് ചെയ്യുന്നു. ഒന്നുമില്ല, നമ്മൾ അവിടെ ലാപ്പൊക്കെ ആയിട്ട് വന്നപ്പോൾ നമുക്ക് ലോഞ്ച് ചെയ്യണമെന്ന പ്ലാൻ ഉണ്ട്. പുള്ളിയോട് ഷെയർ ചെയ്തു, നമ്മളത് ഇവൻ്റ് ആക്കി വെക്കണം അല്ലാതെ വെക്കണം എന്ന് വെച്ചു. ഫഹദിന് എനിക്ക് കിട്ടുമോ എന്നറിയില്ല. അപ്പോൾ തന്നെ അതിൻ്റെ തുടർച്ചയായി ചെയ്തു എന്നുള്ളതാണ്. ഇതേ മോഡലാവരുത്, വേറെ തരത്തിൽ ഇതേ തരത്തിൽ വൈറലാവണം. പക്ഷേ ഇത് ഒരു ഷോ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു വെൽ ക്യൂറേറ്റഡ് ഷോ ആണെന്ന് വെച്ചിട്ടാണ് നമ്മളൊരു ക്രൂസ് എടുക്കുന്നു. ക്രൂസിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് ഒരു 50+ ആളുകൾ അതിനകത്തിരിക്കുന്നു. അങ്ങനെ ആവേശകലാട്ട ഫുൾ ടീം വരുന്നു, അതിനകത്ത് ഡാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഷോ. അപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂവിന് പുറത്ത് ഇൻ്ററാക്ട് ചെയ്യുകയോ പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ നിൽക്കും, ബാക്കി ഇവരൊരു ഓളം വെക്കുക എന്നുള്ളതാണ്. ഒരുപാട് നമ്മുടെ ഗോവിന്ദ് അടക്കമുള്ള ഇൻഫ്ലുവൻസേഴ്സൊക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. മറ്റേ ഇദ്ദേഹം എൻ്റെ പേര് ഫാസിൽ എന്നാണെന്ന് പറഞ്ഞ സമയത്ത് അപ്പോൾ അത് എഴുന്നേറ്റ് വന്നിട്ട് റെസ്പെക്ട് ചെയ്യുന്നൊരു വീഡിയോ ഒക്കെ വൈറലായിരുന്നു. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സത്യരാജ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഇന്നൊവേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഹെഡിൻ്റെ മകള് അവിടെ ഉണ്ടായിരുന്നു. അവൾ റാൻഡം അതിനകത്ത് പിന്നെ എടാ മോനെ എന്നൊന്ന് പറയാവോ എന്ന് ഫഹദിനോട് ചോദിച്ചു. അപ്പോൾ ഫഹദ് തിരിച്ച് എടി മോളെ എന്നാണ് പറഞ്ഞത് തിരിച്ച്. ഞങ്ങളൊരു ഇതിന് ശേഷമുള്ളൊരു കേസ് സ്റ്റഡി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ആ ഇൻ്റർവ്യൂവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഫഹദ് ആവേശത്തിന് വേണ്ടിയിട്ട് ഒറ്റ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഒറ്റ പ്ലാറ്റ്ഫോമിന്. അത് ക്യൂ സ്റ്റുഡിയോയ്ക്കായിരുന്നു. അത് ഈ പ്രോഗ്രാമായിരുന്നു. 3 മണിക്കൂർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ റീലിൻ്റെ റീച്ച് ഞങ്ങൾ കൗണ്ട് ചെയ്തിരുന്നു. ഞങ്ങളൊരു പ്ലാറ്റ്ഫോമിനോട് ചോദിച്ച് എത്രയാണ് റീച്ച് എന്നുള്ളത്. ഞാൻ നോക്കുന്നത് 7 കോടി. അത് ജിനുവിന് വേണമെങ്കിൽ വേറെ രീതിയിൽ കൂടി നോക്കി നമുക്ക് കണ്ടുപിടിച്ച് തരാം. 7.5 കോടി പേരാണ് ഇത് കണ്ടത്. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു 1 crore ഉള്ളൂ. അല്ലാതെ എല്ലാം എടുത്തു. കാരണം നമ്മൾ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ട് ആ സമയത്ത് വേറെ പ്ലാറ്റ്ഫോം ആ പടത്തിന് ഇത് ചെയ്തത്. ഇത് ഒരു തരത്തിലും ബോധപൂർവമായിട്ട് ചെയ്തതല്ല. നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ തിരിച്ച് ഫഹദ് അങ്ങനെ റിപ്ലൈ ചെയ്യുമെന്ന് അറിയില്ല. പിന്നെ ഈ അതെ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, റിപ്ലൈ. സത്യത്തിൽ അത് നമ്മുടെ ക്യൂ സ്റ്റുഡിയോയിലെ ഫസ്റ്റ് കണ്ടന്റ് വന്ന ഫഹദ് ഇൻ്റർവ്യൂവിലല്ല വരുന്നത്. അത് ആക്ച്വലി ഫഹദിൻ്റെ ഫ്ലാറ്റിൽ, ചോയ്സിലുള്ള ഫ്ലാറ്റിൽ പോയിട്ട് നമ്മൾ ട്രാൻസ് എന്ന് പറയുന്ന സിനിമയുടെ സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എനിക്കൊന്ന് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിയോട് ചോദിക്കുന്ന എല്ലാത്തിനും പുള്ളി ഇങ്ങനെ തന്നെയാണ് ആൻസർ ചെയ്യുന്നത്. അത് രാം ഗോപാൽ വർമ്മയെക്കുറിച്ച്, അതായത് നമ്മളൊരു 1 hour സംസാരിച്ചിട്ടാണ് ഇൻ്റർവ്യൂവിലേക്ക് എടുക്കുന്നത്. അതെ എന്നാണ് പറയുന്നത്. അന്ന് ആ റീല് വരികയും അത് നസ്രിയൊക്കെ അന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. അന്നത് വന്നിരുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത്
ഈ നമ്മൾ പറയില്ലേ എഡിറ്റേഴ്സിന്റെ മികവ് കൊണ്ട് ഈ ട്രോളും ഇതൊക്കെ ചെയ്യുന്നവരുടെ മികവ് കൊണ്ട് വെൽ എഡിറ്റഡ് ആയിട്ട് വെൽ പ്ലേസ്ഡ് ആയിട്ട് വന്നത് ഈ രണ്ടാമത്തെ തവണയാണ്. അല്ലെങ്കിൽ നോക്കിയാൽ അറിയാം അതിൽ എനിക്ക് തോന്നുന്നത് ഫഹദിനേക്കാൾ കൂടുതൽ തവണ തിരിച്ചു പറയുന്നത് ഞാനാണ് കൂടുതൽ തവണ പറയുന്നത്. അത് പിന്നെ പുള്ളി ടേക്കപ്പ് ചെയ്തിട്ട് പിന്നെ അങ്ങ് തുടർച്ചയായി പറയായിരുന്നു. പിന്നെ അത് എനിക്കൊന്ന് മെട്രോ മിൽമ അങ്ങനെ കുറേ പേരെടുത്ത് ഉപയോഗിച്ചപ്പോഴാണ് അത് വൈറലാവുന്നത്. ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഇത് രണ്ടും ഒരു തരത്തിലും പ്രീ പ്ലാൻഡ് അല്ലാത്ത വൈറലായിട്ട് ഏറ്റെടുക്കാമെന്ന് ആലോചിച്ചിട്ടുണ്ടാക്കിയ ഒരു സംഗതിയല്ല. അപ്പോൾ ഒരു വൈറൽ എന്ന് പറയുന്നതിനെക്കാളും ഞാൻ വൈറലാവുകയാണെങ്കിൽ അത് ഓർഗാനിക്കായി ആയിക്കോട്ടെ, അതിനൊരു ഒരു ഒരു ഒറിജിനൽ കണ്ടന്റിന്റെ റിയാക്ഷൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊന്നും മറ്റ് അഭിപ്രായമുള്ളവരും അല്ലെങ്കിൽ വൈറലായിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നവരും ഇതിനൊരു വൈറൽ സ്വഭാവം വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ക്യൂറേറ്റ് ചെയ്യും ഡിസൈൻ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ പ്ലാറ്റ്ഫോം എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു കൃത്യമായിട്ടൊരു മൂവി ബഫ് അല്ലെങ്കിൽ സിനി ഫൈലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിനിമയെ കുറിച്ച് എന്തെങ്കിലും ലേൺ ചെയ്യണം, ഇതിനൊരു ടേക്ക് അവേ കിട്ടണം എനിക്ക് എന്ന് കരുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളുടെ എൻ്റർടൈൻ പ്ലാറ്റ്ഫോം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്ത് ക്യൂ എന്നുള്ള പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഒരുപാട് ടെലിവിഷൻ പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരുപാട് കോണ്ടന്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ യുണീക്നെസ് ഫീൽ ചെയ്യാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മളെപ്പോഴും പറയും ഷെയർ ചെയ്യാൻ മടിക്കില്ല എന്നാണ്. നമ്മൾ ഇൻവിസിബിൾ ആയിട്ട് ഉണ്ടാക്കിയത്. അതായത് പുറത്ത് പറയുന്ന നമ്മുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് അൺഡു ദ സ്റ്റീരിയോ ടൈപ്പ് എന്നാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇത് ഷെയറബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷേ ഷെയർ ചെയ്യാൻ മടി ഉണ്ടാവില്ല, ഷെയർ ചെയ്യാൻ നാണക്കേട് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ്. ഇത് ഷെയറബിൾ ആണ് എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ എല്ലാം കാണുന്നതെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. നമ്മൾ ക്യൂ സ്റ്റുഡിയോയിൽ ഇനീഷ്യൽ ചെയ്യുന്നത് ഇത് ഏത് പ്രായത്തിലുള്ളവരാണോ കാണുന്നത് അവർക്കിത് ഷെയർ ചെയ്യാൻ പോസിബിൾ ആവണം എന്നുള്ളതാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഞാൻ സോങ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വിനായക് ശശികുമാർ ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുത്തിരുന്നില്ല. 2022 ഡിസംബർ 9 ഞാനത് ഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഇൻ്റർവ്യൂ ഹരീഷ് ഏട്ടൻ്റെ ആയിരുന്നു, ഹരീഷ് രാമകൃഷ്ണൻ. അതും കാന്താര എന്നൊരു പ്രശ്നത്തിൽ നിന്നുകൊണ്ടാണ് ആ കണ്ടന്റ് വളരെ വൈറലായി. 66K അന്ന് ക്യൂവിനെ സംബന്ധിച്ചത് ഭയങ്കര നമ്പറാണ്, കാര്യം ക്യൂറേറ്റഡ് ഇൻ്റർവ്യൂ ആയതുകൊണ്ട്. വിനായകൻ്റെ ഇൻ്റർവ്യൂ അന്ന് 10Kയിൽ താഴെ മാത്രമാണ് വ്യൂ ഉണ്ടായിരുന്നു ഒരു മാസം. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ദിവസം ഇൻസ്റ്റാഗ്രാം DM-ൽ ആശകൾ തൻ മൺതോണി ഈ വരി എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുന്ന ചോദ്യം മാത്രം കട്ട് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു. സ്വാഭാവികമായും ഫീമെയിൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ഏതെങ്കിലും കോഴിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. റിപ്ലൈ ചെയ്തില്ല. ബട്ട് ആഫ്റ്റർ 1 വീക്ക് സകല മനുഷ്യരും ഇത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ, എനിക്ക് ഒരു പരിചയമില്ലാത്തവർ, നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർ, അങ്ങനെ പലരും ഇത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് വിനായകേട്ടൻ്റെ ഈ കരിയർ ഗ്രാഫ് ഭയങ്കരമായിട്ട് മാറിയത്. ആവേശം വരുന്നു, എല്ലാം വരുന്നു. വിനായക് ശശികുമാർ ഒരു സെലിബ്രേറ്റഡ് ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ പോലെ എല്ലാവരും അറിയുന്ന ഒരു ലിറിസിസ്റ്റ് ആയിട്ട് മാറി. അപ്പോൾ അതിന് ശേഷം ഈ ആൾക്കാർ എൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. അവരിത് കണ്ടിട്ട് അത് നന്നായിരുന്നു എന്ന് 2024 എന്നോട് ആൾക്കാർ പറയും, ആ ഇൻ്റർവ്യൂ നന്നായിരുന്നു എന്നുള്ളത് എനിക്കും പറയാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ അത് പേഴ്സണലി അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷൻ്റെ ഒരു പ്രശ്നമോ നല്ലതോ ആണ്, ഒരു ഷെൽഫ് ലൈഫുള്ള സാധനം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ റിവാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയെന്ന് വരില്ല. എനിക്കത് കിട്ടിയിട്ടുമില്ല. ആഫ്റ്റർ 2 ഇയേഴ്സ് ഞാൻ ക്ലാസ് റൂമിൽ നിൽക്കുമ്പോഴാണ് എന്നെ കുട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആശകൾ തൻ മൺതോണി ചോദിച്ച ടീച്ചറാണ് ഞങ്ങളുടേതെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. കുറേ പേർക്ക് എൻ്റെ പേര് തന്നെ അറിയില്ലായിരുന്നു. എനിക്കതുകൊണ്ട് ഒരു ആസ് എ ടീച്ചർ ഞാൻ കൂടെ പറയുകയാണ്, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ റിവാർഡ് കിട്ടാൻ കുറച്ചുകൂടി സമയം എടുക്കും. ഇപ്പോൾ പറഞ്ഞ് നമ്മളൊരു വൈറൽ ഫോർമാറ്റിലേക്ക് പോയില്ല എങ്കിൽ മനുഷ്യനായാലും കാർത്തിക് ആയാലും ആ റിവാർഡ് കിട്ടാൻ കുറച്ചധികം കാലം വെയിറ്റ് ചെയ്തവരാണ്. സോ ഈ റഷ്, ഞാൻ അതിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ റഷ് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണല്ലോ. ഒന്ന് കഴിഞ്ഞ് അടുത്ത കണ്ടന്റ് കാണാനുള്ള ഒരു വെപ്രാളം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് അടുത്ത കണ്ടന്റിലേക്ക് പോകാനുള്ള ഒരു വെപ്രാളം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നാളെ എന്ത് കൊടുക്കും എന്നുള്ളത്. ഇത് നിങ്ങൾ രണ്ടുപേരെയും കോണ്ടന്റ് ക്രിയേഷനിലും പേഴ്സണലായിട്ടുള്ള ലൈഫിലും ബ്രെയിൻ റോട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ടോ? ഞാനതിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാനിത് ഈ ടോപ്പിക്ക് ആദ്യം വന്ന് പറഞ്ഞപ്പോഴേ ഓർത്തു. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ ചെല്ലും, നമ്മൾ ചിലപ്പോൾ കാറ് പാർക്ക് ചെയ്യും, വീണ്ടും ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴായിരിക്കും ഇറങ്ങണമല്ലോ എന്ന് ആലോചിക്കുന്നു. പക്ഷേ അഗെയിൻ അത് ഞാൻ ഇൻ ജനറലായി വിശ്വസിക്കുന്ന ഈ ഫ്യൂച്ചർ എപ്പോഴും ഭയങ്കര പ്രോമിസിങ് ആണ്, നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ലൈക്ക് ഇത്ര നാളത്തെ ഹ്യൂമൻ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമ്മളെപ്പോഴും പ്രോഗ്രഷനിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സൈഡിൽ കൂടെ പോകുന്നൊരു ഫിനോമിനായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ടെമ്പററി ആയിട്ട് വരുന്നൊരു സംഭവമായിട്ട് ഞാൻ ഈ ബ്രെയിൻ റോട്ട് എന്നൊരു ഫിനോമിനെ കണ്ടിട്ടുള്ളൂ. അതായത് ഇത് ഉണ്ട്, നമ്മൾ ചിലപ്പോൾ ഫിഗർ ഔട്ട് ചെയ്യുന്നൊരു സമയമായിരിക്കും. ഇപ്പം കോവിഡ് വന്നപ്പോൾ നമ്മളൊരു 2 വർഷം നമ്മളൊന്ന് ഇരുന്ന് പോയി. അതുപോലെ തന്നെ ഈ ഒരു കണ്ടന്റ് നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആയപ്പം നമ്മൾ ഇതിനകത്ത് അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്ന ഒരു സമയമുണ്ടല്ലോ.
എനിക്കൊന്ന് ആ ഒരു ഫേസിലായിരിക്കാം നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ പോകുന്നത്. ചിലപ്പം ഒരു 2 ഇയേഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളിത് റിക്കവർ ചെയ്ത് വേറൊരു സ്റ്റേജിലോട്ട് പോകും. അപ്പം ലൈഫ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പാറ്റേൺസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ പണ്ട് ബുക്ക് വായിക്കുന്നത്, ഇപ്പം ബുക്ക് വായിക്കുന്നത് ഭയങ്കര ഒരു എന്താ ഒരു ബുദ്ധിജീവികളുടെ ലക്ഷണമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അതിനെ പെർസീവ് ചെയ്യുന്നത്. പക്ഷെ പണ്ട് അത് അങ്ങനെ അല്ലായിരുന്നു. ഇന്ന് നമ്മൾ റീല് കാണുന്നതുകൊണ്ട് പോലെയാണ് പണ്ട് ഒരുപാട് ആൾക്കാർ മറ്റേ മാവാരികൾ വായിച്ചുകൊണ്ടിരുന്നതും. അപ്പം ഇത് ഇപ്പം എഗൈൻ നമ്മുടെ ഒരു ഇന്റലക്റ്റും അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ചാണ് അതിൻ്റെയൊക്കെ ഒരു ടേക്ക് അവേ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ യൂഷ്വലി കുറച്ചുകൂടി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോംസിൽ ഇൻവോൾവ് ചെയ്യിക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യിക്കുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവിലാണ് പലപ്പോഴും ഇത് കാണാറുള്ളത്. എഗൈൻ ഒബ്വിയസ്ലി എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് ടേക്ക് അവേസ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം ചിലപ്പം റീലിൽ കണ്ടൊരു ഹാക്ക് ആയിരിക്കും നാളെ നമ്മൾ ചിലപ്പോൾ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പം എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലാക്കാം. പക്ഷേ ദാറ്റ് മേക്സ് ബിഗ് ഡിഫറൻസ്. അപ്പം എനിക്കിത് ഭയങ്കര ഇൻഫർമേറ്റീവ് ആയിട്ടാണ് ഞാൻ ഇൻ ജനറൽ റീലിനെ കാണുന്നത്. പിന്നെ ഒബ്വിയസ്ലി ചില ടൈപ്പ് ഓഫ് കോണ്ടന്റുകൾ ഉണ്ടാകും. അതൊരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അതൊരു ചിരിച്ചു തള്ളുക എന്നാണ്. ചിരിച്ചു തള്ളുക ഉപരി നമ്മളതിനെ സീരിയസ് ആയിട്ട് ഞാൻ കാണാറില്ല. എനിക്ക് തോന്നുന്നു ആൾക്കാരും അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ റീല് കണ്ട് എൻ്റെ ലൈഫ് മൊത്തം തീർന്നു പോയി എന്നൊന്നും ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേട്ടാ എന്താ ബ്രെയിൻ റോട്ടിനെ അല്ല, കുറിച്ച്? എനിക്കും വ്യക്തിപരമായിട്ട് ഈ പറഞ്ഞ ഈ നല്ല ഉള്ളടക്കങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ല നമ്മുടെ ഒരു സോഷ്യൽ ടച്ച് പോയിന്റും. അതിപ്പം ഞാൻ പറയുന്നത് ജിനി ഇരിക്കുന്നതുകൊണ്ട് ട്വിറ്ററിനെ കൂടി ചേർത്ത് പറയാം. എക്സ് ഉൾപ്പെടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റയുടെ മാത്രം പ്ലാറ്റ്ഫോമാണെന്ന് കരുതുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഇപ്പം എനിക്കൊന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഇങ്ങനെ റീല് കാണുന്ന ആളാണ്. അപ്പം നമ്മുടെയൊക്കെ ഓഫീസിൽ മീറ്റിങ്ങിൽ ആർക്കും അറിയാത്ത ക്രിയേറ്റർ എനിക്കറിയാം, ആർക്കും അറിയാത്ത ട്രെൻഡ് പോലെ. അപ്പോൾ ഈ ട്രെൻഡ് നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വിധത്തിൽ എൻഗേജ്ഡ് ആവുന്ന ആളാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു പരിധി കഴിഞ്ഞ് ഇതിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഈ നമ്മുടെ തമിഴിലൊക്കെ മ്യൂസിക് ട്രെൻഡ്സിനെ ട്രോൾ ചെയ്തിട്ടുണ്ടാക്കുന്ന ക്രിയേറ്റീവ് വീഡിയോസ് അടക്കം മറ്റ് ഭാഷ വിട്ടു പോയിട്ട് ഈ പറയുന്ന റീൽസൊക്കെ കാണുന്ന ആളാണ്. അത് വേറെ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇത് പ്ലാറ്റ്ഫോമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിതൊരു ഭയങ്കര മറ്റേ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് പറയുന്നില്ല, എന്നാൽ പോലും എന്നെ എല്ലാ ആഴ്ചയും വിളിക്കുന്ന ആളാണ് സന്തോഷ് വർക്കി. എല്ലാ വ്യാഴാഴ്ചയും വിളിക്കും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത്, ഞാനൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ന്യൂ ഇയറിന് എനിക്ക് ആദ്യം വന്ന കോള് സന്തോഷിൻ്റെയാണ്. പക്ഷേ സന്തോഷ് ഒരു മറ്റേ ട്രെൻഡ് ആയത് മുതൽ ഇതുവരെ ഒരു തവണ പോലും ഫീച്ചർ ചെയ്യാത്ത ഒരേ ഒന്നും പറയാൻ അറിയില്ല, നമ്മളൊന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ക്യൂ സ്റ്റുഡിയോ. നമ്മൾ ഇതുവരെ പുള്ളിയെ ഫീച്ചർ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ ഇതിൻ്റെ അനുബന്ധ കക്ഷികൾ കുറേ പേരുള്ളതുകൊണ്ട് എല്ലാവരും പേര് പറഞ്ഞിട്ട് അവർക്ക് പുതിയ മറ്റേ ക്ലെയിം ടു ഫെയിം കുറേ ആളുകൾ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഞാൻ ആ പുള്ളിയുടെ കണ്ടന്റുകൾ കാണാത്ത ആളുകളല്ല, പല പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാനത് അദ്ദേഹത്തെ മറ്റേ വിളിക്കാറുമില്ല, കണ്ടിട്ടുമില്ല, കൊടുക്കാറുമില്ല എന്ന് പറയുന്നതല്ല, ഒരുപാട് സംഗതികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കാർത്തിക് പറഞ്ഞതിലെത്തുന്നത് ഈ പറഞ്ഞ ടേക്ക് അവേ ഉണ്ടാവുമോ എന്നുള്ളത്. ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ വീഡിയോ കാണുമ്പോൾ, ഒരു ടെഡെക്സിൽ ഉള്ളൊരു വീഡിയോ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ ഗ്യാതറിങ്ങിലൊരു വീഡിയോ കാണുമ്പോൾ, ഒരു സ്പീച്ച് കാണുമ്പോൾ, ഒരു ഡീറ്റെയിൽഡ് ടെക്സ്റ്റ് കാണുന്ന സമയത്ത് ഇപ്പോഴും നമ്മളെല്ലാം നോക്കുന്നത് ഞാൻ ഇതിൽ സമയം സ്പെൻഡ് ചെയ്താൽ എനിക്കൊരു ടേക്ക് അവേ ഉണ്ടാവുമോ എന്നുള്ളതാണ്. നമ്മൾ ഫുഡ് സജഷൻ പോലും അങ്ങനെയാണ് നോക്കുന്നത്. നമ്മൾ 3-4 തവണ പോയിട്ട് അയാൾ പറഞ്ഞത് തെറ്റിയിട്ടില്ലെങ്കിൽ ഓക്കെ, ഇനി അയാളെ ഫോളോ ചെയ്യാമെന്നാണ്. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ഉള്ള, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞ ഒരു ഓതൻറ്റിസിറ്റിയിലേക്ക് തിരിച്ചു പോകാനുള്ള താല്പര്യമുള്ള ആൾക്കാരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. കാരണം പോസ്റ്റ് കോവിഡ് അതൊരു വലിയൊരു മാറ്ററാണ്. നമുക്ക് അസുഖം വരരുത്, ഹൈജീൻ ഇഷ്യൂ ഉണ്ടാവരുത്, വേറെ ഉണ്ടാവരുത് ഒക്കെ വെച്ചാൽ നമ്മളെ സേഫ് ആക്കാൻ നോക്കുന്നിടത്ത് നമ്മൾ കൂടുതൽ ടേക്ക് അവേ എടുക്കുകയാണ്. അപ്പോൾ ക്യൂ ആണെങ്കിൽ ക്യൂ സ്റ്റുഡിയോ പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിലും ഈച്ച്കൊറ്റി ഇതിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിൽ ഞാൻ തോന്നുന്നത് അതിൽ നിന്നുള്ള ടേക്ക് അവേക്ക് അനുസരിച്ചിട്ട് ഒരു ഓഡിയൻസ്, വ്യൂവേഴ്സ്, ഫോളോവേഴ്സ് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു നമ്പർ ഗെയിം നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു മെട്രിക്സ് റിലേറ്റഡ് നോക്കൂ, ഇതിന് ഇത്ര വ്യൂസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഓതൻറ്റിക് എന്ന് പറയാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഞാൻ നേരത്തെ ഡ്രോപ്പ് ചെയ്ത പേരുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വർഷത്തെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ വ്യൂസായി കൺസിഡർ ചെയ്താൽ ആ വ്യൂസിനെ ബീറ്റ് ചെയ്യുന്ന ഒരാൾ കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല. ഈ പറഞ്ഞ ഡാപ്സിയുടെ പാട്ടുകളോ അല്ലെങ്കിൽ സുഷിൻ ചെയ്ത മ്യൂസിക്കിൻ്റെ വ്യൂസ്, അനിരുദ്ധിൻ്റെ നമ്പറിന് വരെ ഇവർക്ക് ചിലപ്പോൾ ഈ പറയുന്ന ടോട്ടൽ വ്യൂസിൽ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ള ആളുകൾ അവരാണ്. അല്ലെങ്കിൽ ഫിലിമിന് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫിലിം അനാലിസിസ് റിലേറ്റഡ് ഏറ്റവും ഓതൻറ്റിക് ആയിട്ടുള്ള, അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വളരെ, അത് നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഒരു സ്വൈപ്പിൽ നമ്മൾ ഹാപ്പി ആക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരു ഫൺ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട്
അതിനെ കാണുന്നുണ്ടാവുള്ളൂ. നമ്മളിപ്പം ഈ ചിലപ്പോൾ ഈ വളരെ വികൃതമെന്ന് തോന്നുന്ന രീതിയിൽ പാട്ടൊക്കെ പാടുന്ന ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ആളുകൾ, ഹിറ്റ് എന്നുള്ളത് കറക്റ്റ് പ്രയോഗമാണെന്ന് അറിയില്ല, ഭയങ്കര ട്രെൻഡായിട്ടുള്ള ആളുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യേശുദാസ് പാടേണ്ട ഇദ്ദേഹം പാടിയാൽ മതി എന്ന് ഡിസിഷൻ എടുത്ത ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ നമുക്ക് അറിവില്ല. കാരണം വെച്ചാൽ അതിന് വ്യൂവേഴ്സ് ഉണ്ട്. കാരണം വെച്ചാൽ വ്യൂവേഴ്സിൻ്റെ നമ്പർ വെച്ചിട്ടാണെങ്കിൽ നമ്മളിവിടെ അടുത്ത പ്രാവശ്യം ഇറങ്ങുന്ന വിഷ്ണു വിജയും സുഷിൻ ശ്യാമൊക്കെ മ്യൂസിക് ചെയ്യുന്ന പാട്ടുകൾ പാടേണ്ടത് അവരാണല്ലോ. അങ്ങനെ ഡിസിഷൻ ഉണ്ടാവുന്നില്ലല്ലോ. അപ്പം ഞാൻ ഈ പറഞ്ഞതിലാണ് എത്തിക്കുന്ന ഒരു ടേക്ക് അവേ വളരെ പ്രധാനമാണെന്നാണ് തോന്നുന്നത്. എനിക്ക് ഇൻ ജനറൽ ഒരു കളക്റ്റീവ് ഇൻ്റലക്റ്റ് നമ്മുടെ എല്ലാവരുടെയും നന്നായി എന്ന് എനിക്ക് തോന്നാറുണ്ട്. കുറച്ചുകൂടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ മസാല ലാബ് എന്ന് പറഞ്ഞൊരു ക്രിയേറ്റർ ഉണ്ട്. പുള്ളി കുറച്ചൊരു ഫുഡ് റിലേറ്റഡ് മിത്തുകളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളി ആദ്യം ചെയ്ത സമയത്തെ കമൻറ്റുകളും ഇപ്പോഴത്തെ കമൻറ്റുകളും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആൾക്കാർ പുള്ളി പറയുന്നത് സെർച്ച് ചെയ്ത് നോക്കി അത് ശരിയാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ലൈഫിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങി. അപ്പം അത് എനിക്കൊന്ന് റീൽസ് വന്നതുകൊണ്ടുണ്ടായൊരു മാറ്റമാണ്. അല്ലെങ്കിൽ കണ്ടന്റുകൾ പെട്ടെന്ന് നമുക്ക് അവൈലബിൾ ആയതിൻ്റെ ഇപ്പം ഒരു ബുക്ക് എടുത്ത് വായിക്കുക എന്ന് പറയുന്നത് അതെല്ലാവരും ചിലപ്പോൾ ചെയ്യണമെന്നില്ല. ഇതൊരു ഷോർട്ട് ഫോർമാറ്റിൽ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന ഫോർമാറ്റിലോട്ട് വന്നപ്പം മൊത്തത്തിൽ നമ്മുടെയൊക്കെ ലൈഫ് പ്രോഗ്രസ് ആയി എന്നാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. വേറൊരു ചോദ്യം കാർത്തികിനോടാ ചോദിക്കാനുള്ളത്. ചേട്ടൻ, ഞാൻ വേറൊരു രീതിയിലേക്ക് വരാം. ഈ ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണല്ലോ. ഇപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ഉണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങൾക്കൊരു ഫ്രീലാൻസ് വർക്ക് വന്നു കഴിഞ്ഞാൽ ആങ്കർ ചെയ്യോ, എഡിറ്റ് ചെയ്യോ, ഷൂട്ട് ചെയ്യോ, ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്യൂലേ, 800 രൂപ തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടി എല്ലാവരും ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ഹയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മനീഷേട്ടനും അത് ചെയ്യുന്ന ഒരാളാണ്. എല്ലാവർക്കും ഒരാളല്ല ഓഫീസിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരാൾ തന്നെ എല്ലാം ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് മറ്റത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യണം. മറ്റവർ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വ്യൂ ഉണ്ടാക്കുക. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാപനം റൺ ചെയ്യുന്നവരാണല്ലോ രണ്ടുപേരും. ഒരു ടീമായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഓർഗനൈസർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിൻ്റെ ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടർ എടുക്കുമ്പോൾ കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. മൾട്ടിപ്പിൾ ആൾക്കാരുടെ ഇൻപുട്ട് വരുന്ന സമയത്ത് ഇപ്പം നമ്മളുടെ വീഡിയോയുടെ ഒരു 50% എഡിറ്റേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. അപ്പം അവർ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഐഡിയാസിലാണ് ആ ടേബിളിലാണ് നല്ല വീഡിയോസ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അപ്പം ഡെഫിനറ്റ്ലി ടീം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ക്രിയേറ്റേഴ്സിനൊക്കെ ചിലപ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇതുപോലെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇപ്പം നിൽക്കുന്നില്ല. അത് ചിലപ്പോൾ ഒരേ ഫോർമാറ്റിൽ ഒരുപാട് കാലം നിൽക്കുന്ന സമയത്ത് ആൾക്കാർ ഡെഫിനറ്റ്ലി മടുക്കും. അപ്പോൾ അവരടുത്ത ഒരു പുതിയൊരു ഇതിലോട്ട് മൂവ് ചെയ്യുന്നുള്ളതാണ്. യഥാസമയം ഒരു ടീം എഫേർട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പം പല ആൾക്കാർ ഇൻവോൾവ് ആകുമ്പോൾ പല ഐഡിയാസ് വരുമ്പോഴും കുറച്ചൊരു ലോഞ്ചിവിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. അവരുടെ ലൈഫ് ടൈം കൂടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത്. വേറൊരു ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നത്, റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ നമ്മൾ ഡിജിറ്റൽ കണ്ടന്റിൽ ഒരു ചെക്ക് നടക്കുന്നില്ലല്ലോ. പേഴ്സണൽ ചെക്കുകളാണ്, ഒരു സൊസൈറ്റൽ ചെക്ക് പലപ്പോഴും ഇല്ല. ബട്ട് സിനിമയെ സംബന്ധിച്ച് പാർവതി തിരുവോത്ത് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എത്ര വലിയ സ്റ്റാർ ആയാലും സ്ക്രിപ്റ്റ് കൊള്ളൂല്ലെങ്കിൽ ആൾക്കാർക്ക്, മലയാളി ഓഡിയൻസിന് റിജക്റ്റ് ചെയ്യാൻ യാതൊരു മടിയും ഫേവറേറ്റ് ആക്ടർ ആണെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചെക്ക് അല്ലെങ്കിൽ ഈ ഒരു ജാഗ്രത ഡിജിറ്റൽ സ്പേസിൽ തീരെയില്ല. ബട്ട് ഇത് നമ്മുടെ സിനിമയെ അഫക്റ്റ് ചെയ്യുന്നുമില്ല. ഈ രണ്ട് തരത്തിലുള്ള ഓഡിയൻസിനെ മനുഷ്യരും ഡീൽ ചെയ്യുന്നുണ്ടല്ലോ. ഒരു ഡിജിറ്റൽ സ്പേസിലും ഡീൽ ചെയ്യുന്നുണ്ട്, സിനിമ ഇതേ ആൾക്കാർ തന്നെ അപ്പുറത്തും വരുന്നുണ്ടാകാം. ഈ സ്വഭാവങ്ങൾ തമ്മിൽ മാറുന്നത് എങ്ങനെയായിരിക്കും? സിനിമ ഓൾവേസും ചെക്കാണ്, ഡിജിറ്റൽ സ്പേസിൽ അങ്ങനെ ഒരു ചെക്കിങ് ഇല്ല. എന്തുകൊണ്ടായിരിക്കും അത്? അങ്ങനെ പറയുകയാണെങ്കിൽ, ഒരു നമ്പർ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 40-50 ലക്ഷത്തിനിടയിൽ പേരാണ് സിനിമ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മുടെ ഈ വെള്ളി ശനി ഞായറൊക്കെ, ഇപ്പോൾ ആളുകൾ പറയുന്നത് വെള്ളി ശനി ഞായർ പരിഗണിച്ച ഒരു 10 കോടിയുടെ ടിക്കറ്റ് സെയിലാണ് കേരളത്തിൻ്റെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നടക്കുന്നതെന്നാണ്. ഒരു 35 മുതൽ 40 ലക്ഷം വരെ ടിക്കറ്റ് സെയിലാണ് ഇവിടെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ ഈ വെറുതെ ഇത് വ്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ക്യൂറേറ്റഡ് മറ്റൊരു സീരിയലൈസ് ചെയ്തൊരു പ്ലാറ്റ്ഫോം എന്നുള്ള കരിക്കിൻ്റെ ഒരു 1 വീക്കിലൊക്കെ 1 crore+ ഒക്കെ വ്യൂസ് വരാറുണ്ട്. അത് ഉറപ്പായും മലയാളി ഡയസ്പോര തന്നെയാണ്. അതായത് മലയാളികൾക്ക് പുറത്ത് കാണാവുന്ന രീതിയിലല്ലല്ലോ, കുറച്ചുകൂടി ലോക്കലൈസ്ഡ് കണ്ടന്റ് ആണല്ലോ. എനിക്ക് സിനിമയുടെ കാര്യത്തിൽ എപ്പോഴും തോന്നുന്നത്, നമ്മൾ കമ്പയറിങ് അതർ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടന്റിൻ്റെ ഒറിജിനാലിറ്റി, ആ കണ്ടന്റ് ഏത് രീതിയിൽ ഹിറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെ പരിഗണിക്കാം. വെച്ചാൽ മഞ്ഞുമ്മൽ ബോയ്സ് ഒരു നോൺ സ്റ്റാറർ മൂവിയാണ്. അതാണ് 200+ crores പോയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ സിനിമകളിലൊന്ന്. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ടു റിട്ടേൺ നോക്കുവാണെങ്കിൽ പ്രേമലു അനദർ ഒരു 10 കോടിക്കകത്തുള്ള പടമാണ് ഈ പറയുന്ന 100 crore റേസിലേക്ക് പോകുന്നത്.
പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പറയുകയാണ് നോ ഹേറ്റേഴ്സ് നോ മറ്റേ ഇത് ഇപ്പം മറ്റ് സിനിമകളൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു വിമർശനങ്ങൾ കുറഞ്ഞ് ഭയങ്കര സക്സസ്സും ഫോളോവേഴ്സും അതിൻ്റെ സീക്വലൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ വരുന്ന സക്സസ് ഉള്ളത്. ഇത് സെയിം വ്യൂവേഴ്സ് ആണല്ലോ ഇത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 40 ലക്ഷം എന്ന് പറയുന്ന കണക്ക് സിനിമയുടെ കാര്യത്തിൽ പറയുകയാണ്, ഏതാണ്ട് അതിൽ വരുന്ന ഒരു 30 ലക്ഷം പേരും ഈ പറയുന്ന ക്രിയേറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നവരാണ്. ഇവർ തന്നെയാണ് വരുന്നത്. അവിടെ ഒരു ക്വാളിറ്റി ചെക്ക് വന്ന് അല്ലെങ്കിൽ കൂടുതൽ പേര് അത് കണ്ടു എന്ന് പറയുന്നത് പോലെ സാധനം ഇപ്പുറത്തും സംഭവിക്കുന്നുണ്ട്. മറ്റുള്ളത് ഇപ്പം ഞാൻ ക്വാളിറ്റേറ്റീവായ കണ്ടന്റാണ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും അതല്ലാത്ത കണ്ടന്റ് ഞാൻ ഒരിക്കലും കാണാതിരിക്കുന്നില്ല. ഇതാണ് വൈറൽ എന്ന് പറഞ്ഞിട്ട് ഒരു 70 ലക്ഷം പേരുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായും ഞാനത് കണ്ടുപോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് അതിൽ നിന്നൊരു അതൊരു ടേക്ക് അവേ ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഈ പറഞ്ഞ ഒരു 1 മിനിറ്റുള്ള കണ്ടന്റ് അതെത്ര ബോറാണെങ്കിലും മോശമാണെങ്കിലും അത് ഈ പറയുന്ന ഒരാളുടെ മനോവൈകൃതമാണെങ്കിലും നമ്മൾ കണ്ടുപോകുന്നുണ്ടാവും. അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ന്യൂസ് പ്ലാറ്റ്ഫോമുകൾ എപ്പോഴും ഇപ്പം ഡിജിറ്റൽ നമ്പേഴ്സ് വെച്ചിട്ടാണ് എല്ലാ ന്യൂസ് ചാനലുകളും അവരുടെ ഗെയിം ഓൺ ചെയ്യുന്നത്. ഞങ്ങൾ മുന്നിലെത്തി. ഞാൻ തമാശയ്ക്ക് എനിക്കറിയാവുന്ന HODs ആയിട്ടുള്ള ന്യൂസ് പ്ലാറ്റ്ഫോമിലെ ആളുകളോട് പറയാറുണ്ട്, എവിടെയെങ്കിലും നടക്കുന്ന വാഹനാപകടം അല്ലെങ്കിൽ കുറുകെ പുലിചാടി എന്നൊക്കെ പറയുന്നിടത്ത് CC ക്യാമറയോ അല്ലെങ്കിൽ ഈ പറയുന്ന യൂസർ ജനറേറ്റഡ് കണ്ടന്റോ അപ്ലോഡ് ചെയ്തെടുത്താണ് നിങ്ങളുടെ 10 മില്യൺ കിടക്കുന്നത്. നിങ്ങളുടെ 1 crore ക്ലെയിമുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ എപ്പോഴെടുത്ത് നോക്കിയാലും അതൊരു വൈറൽ കണ്ടന്റ് ആണ്. അയൽ വീട്ടുകാർ തമ്മിൽ തല്ലി മറ്റേ ആൾ ചെരവെടുത്തടിച്ചു എന്നുള്ളൊരു വീഡിയോ, അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ പുലി കുറുകെ ചാടി എന്ന് പറയുന്നതിനാണ് ഈ UGC സ്വഭാവത്തിലുള്ള കണ്ടന്റാണ് ഏറ്റവും വലിയ വ്യൂസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ അപകടത്തെക്കുറിച്ചും അല്ലെങ്കിൽ വയലൻസിനോടൊക്കെ അസ്വസ്ഥതയുള്ളവർ നമ്മൾ ഈ അപകടത്തിൻ്റെ CC ക്യാം വീഡിയോസ് കാണുന്നുണ്ട്. ഇപ്പം ഉമാ തോമസ് കഴിഞ്ഞ ദിവസം അപകടപ്പെട്ട വീഡിയോസ് ആളുകൾ കാണാതിരുന്നിട്ടില്ല. എന്നുവെച്ചാൽ നമ്മൾ ഈ കാണുന്ന വീഡിയോസിൻ്റെ കാര്യത്തിൽ വ്യൂസ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെ നമുക്ക് ഒരു ക്വാളിറ്റി വ്യൂവിങ്ങിലേക്ക് വരുമോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ഈ ഇലക്ഷൻ്റെ കാര്യത്തിലൊക്കെ നമ്മളുടെ കയ്യിലാണ് ജനാധിപത്യത്തിൻ്റെ താക്കോൽ, നമ്മുടെ സമ്മതിദാനാവകാശം എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഒരാളെ നമ്മളിത് ഓതൻറ്റിക് ആണ് എന്ന് വിലയിരുത്തുന്നതിൻ്റെ കീ നമ്മുടെ കയ്യിലാണ്. അത് നമ്മൾ ചിലപ്പോൾ തിരിച്ചു പിടിക്കേണ്ടി വരും. കുറച്ചുകൂടി ജനാധിപത്യ സ്വഭാവത്തിൽ നമ്മൾ ആളുകളെ പിന്നെ മനസ്സിലാക്കി എടുക്കേണ്ടി വരും. അതുകൊണ്ട് വ്യൂസിനെ അല്ല ഈ പറയുന്ന എന്താ പറയുക, ആധികാരികതയായിട്ട് വ്യൂസിനെ അല്ല കണക്കാക്കേണ്ടത് എന്നുള്ളത്. ചിലപ്പം ഒരാൾ ഭയങ്കരമായ അബദ്ധം പറയുന്നു, അത് സയൻറ്റിഫിക്കായിട്ട് തെറ്റാണ്, മണ്ടത്തരമാണെന്ന് തോന്നിയാൽ നോക്കൂ, എന്നിട്ടും 30 ലക്ഷം പേര് ഇത് കണ്ടു എന്നത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ആധികാരികത കണ്ട. ചിലപ്പോൾ 3 ലക്ഷം പേര് പറഞ്ഞതായിരിക്കാം ഏറ്റവും ആധികാരികതയും ശാസ്ത്രീയമായതും. 30 ലക്ഷം പേര് കണ്ടുപോയതാണ്. ചിലപ്പോൾ അതിൻ്റെ കമൻ്റ് കൂടി വായിച്ചു കഴിയുമ്പോഴേ ഇയാൾ എന്ത് മണ്ടത്തരാണ് പറയുന്നത്, ആ കമൻറ്റിൽ നിന്ന് ചിലപ്പോൾ ഈ വ്യൂസ് ഉള്ള ഒരു 25% ആളുകൾ ഇയാളെ തെറി പറയാനാണ് അത് കണ്ടത് മനസ്സിലാവും. കാരണം ഇതൊരു കമൻറ്റ് ബെയ്റ്റും ക്ലിക്ക് ബെയ്റ്റും മറ്റേ ടാഗ് ബെയ്റ്റും ഇമോഷണൽ ബെയ്റ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എല്ലാം ഈ അൽഗോരിതത്തിൽ കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് വ്യൂസ് എന്ന് പറയുന്നത് ആളുകൾ അതിനെ എൻഡോസ് ചെയ്യുന്നതിൻ്റെ ഒരു സൈനായിട്ട് കാണേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇത് ജനറൽ ഇതല്ല, എല്ലാത്തിൻ്റെ കാര്യത്തിലല്ല, എന്നാൽ പോലും നമ്മൾ ഭൂരിപക്ഷം സംഗതിയും വരുന്ന സമയത്ത് നമ്മൾ വ്യൂസിനെ മാത്രം കണ്ടതുകൊണ്ട് ഇത് ഏറ്റവും ആധികാരികമായ സംഗതിയായിട്ട് കാണാറില്ല. അങ്ങനെ കാണാൻ നമുക്ക് പറ്റൂല. വ്യൂവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, അത് കഴിഞ്ഞിട്ട് ഓഡിയൻസിലേക്ക് പോകാൻ തോന്നുന്നു. ഈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ 2 രീതിയും എൻ്റർടൈൻമെൻറ്റ് മാർക്കറ്റിൽ 2 രീതിയിൽ മണിയും മാൻ പവറും ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് 2 പേരും. അപ്പോൾ ഈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ROI ഉണ്ടായി വരാൻ ഇപ്പോൾ ക്രിയേറ്റേഴ്സിൻ്റെ ഒരു വലിയ പ്രശ്നം അതായിരിക്കും. ഇപ്പോൾ നേരത്തെ മദൻ ഗൗരി പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ എക്യുപ്മെൻ്റ് ആയാലും മതിയാകും, ബട്ട് സ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ഒരു മിനിമം മണിയെങ്കിലും റിട്ടേൺ ആകാൻ ഒരു ടൈം പീരീഡ് എടുക്കുമല്ലോ. ആ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എത്ര എക്സ്പെക്റ്റ് ചെയ്യണം, എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യാം, അങ്ങനെ തന്നെ നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്ത് എടുക്കുന്നതിൻ്റെ ഒരു വഴി എന്തായിരിക്കും? ഒരു ക്രിയേറ്റർ പെർസ്പെക്റ്റീവിലാണെങ്കിൽ ഞാൻ എപ്പോഴും ഏറ്റവും മിനിമൽ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് എല്ലാവരോടും പറയാറുള്ളത്, അങ്ങനെയാണ്. കാര്യം ഇതിനകത്ത് ഓഡിയോ മാത്രമാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയാറുള്ളത്. കാര്യം വീഡിയോയുടെ ക്വാളിറ്റി കുറച്ച് മോശമായെങ്കിലും ഓഡിയോ നല്ലതാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കും. അതേസമയം നമ്മൾ വീഡിയോ എത്ര ഹൈ ക്വാളിറ്റി എടുത്തിട്ടും ഓഡിയോ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്താൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പക്ഷേ എഗെയിൻ ഈ കണ്ടൻറ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് വീഡിയോയുടെ ക്വാളിറ്റി ആയിട്ട് ബന്ധമൊന്നുമില്ല. നമ്മൾ പറയുന്ന ഈ നേരത്തെ പറഞ്ഞ എഗെയിൻ ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലോട്ട് തന്നെ വരികയാണ്. ടേക്ക് അവേ ഉള്ള കണ്ടൻറ്റുകൾ വർക്കാവും. ഇപ്പോൾ ഫുഡിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി, അത്യാവശ്യം നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്, ഇൻറ്റീരിയേഴ്സൊക്കെ ഉണ്ട്, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ആദ്യം ആര് ചെയ്താലും ചിലപ്പോൾ വർക്കൗട്ട് ആവും.
അപ്പോൾ അതിന് ഭയങ്കര ഹൈ ക്വാളിറ്റി എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നില്ല. അത് പറയാനുള്ള ഒരു ക്ലാരിറ്റി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവണം. നല്ലൊരു ഓഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ ഈ സംഭവം വർക്കൗട്ട് ആവും. ആ ഫോർമാറ്റിൽ ഇത് മുന്നോട്ട് പോയിട്ട് നമുക്കൊരു സ്റ്റേബിൾ ഇൻകം കിട്ടുന്നുണ്ടെന്നുള്ള സമയത്ത് മാത്രമേ ഒരു എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറുള്ളൂ. കാര്യം നമ്മൾ അങ്ങനെ തന്നെ ചെയ്തു വന്നതാണ്. ഇപ്പം ആദ്യമേ യൂഷ്വലി പണ്ടുള്ള ഒരു ഫോർമാറ്റിൽ ആദ്യം ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് കുറേ എക്യുപ്മെൻറ്റ്സ് എല്ലാം മേടിച്ച് ഹയർ ചെയ്തിട്ടല്ല നമ്മൾ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ബാക്ക് എൻഡ് വർക്കെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർസ് നമ്മുടെ ഐഫോൺ ഇപ്പോഴും നമ്മൾ ഐഫോണിൽ തന്നെയാണ് ചെയ്യുന്നത്. ക്യാമറ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം ആ സൈഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം നമുക്ക് തോന്നിയിരുന്നത് കണ്ടന്റിൻ്റെ ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ വൈറാലിറ്റിയും അല്ലെങ്കിൽ അടുത്തൊരു ലീഡ് വരുന്നതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. അത് തന്നെയാണ് എല്ലാ ക്രിയേറ്റേഴ്സിനോടും നമ്മൾ പറയും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അശ്വന്ത് കോക്ക് ആദ്യം ചെയ്ത വീഡിയോയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ല. ആദ്യത്തെ വീഡിയോയുടെ ക്വാളിറ്റി ഇല്ല, പക്ഷേ പുള്ളി പറയുന്ന കണ്ടന്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് പുള്ളി വൈറലായത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല പുള്ളി ഒരു പരിധിക്ക് അപ്പുറത്തുനിന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ലെവലിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് ചെയ്യുന്നത് ഒരു ബ്ലണ്ടർ ആവാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞല്ല ഇൻസ്റ്റാഗ്രാം പെർസ്പെക്റ്റീവിലാണ് കേട്ടോ. യൂട്യൂബ് വരുമ്പോൾ ഇതൊക്കെ കുറേയൊക്കെ മാറും. ബിക്കോസ് യൂട്യൂബ് ഇപ്പോൾ എല്ലാവരും ടി വിയിലിട്ട് കാണുന്നത് കൊണ്ടും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറച്ചൊരു ക്വാളിറ്റി വേണ്ടി വരും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിക്ക് ഇപ്പുറത്ത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല എന്നുള്ളത്. നമ്മൾ ക്യൂവിനെ ആണെങ്കിലും ക്യൂ സ്റ്റുഡിയോ ആണെങ്കിലും ഒരു ഡിജിറ്റൽ ഇൻട്രാക്റ്റീവ് പ്ലാറ്റ്ഫോം സൗത്തിൽ നിന്നുള്ള മലയാളത്തിൽ സംസാരിക്കുന്ന പ്രാഥമികമായി കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡിജിറ്റൽ ഇൻട്രാക്റ്റീവ് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഞാനത് കൺസീവ് ചെയ്ത ഘട്ടത്തിൽ തന്നെ നമ്മുടെ ടീമിനോട് പറഞ്ഞിട്ടുള്ളത്, നോക്കൂ, ഇവിടെ ഇപ്പോൾ റിപ്പോർട്ടർ ടി വി ബ്രാൻഡ് ചെയ്യുന്നതുകൊണ്ട് വേറെ ചാനലിൻ്റെ പേര് പറയുന്നില്ല, റിപ്പോർട്ടർ ടി വി HD ദൃശ്യ മികവോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിമോട്ടിൽ സ്മാർട്ട് ടി വിയിൽ ഒരു സൗണ്ട് ബാർ ഫോർ ഡോൾബി അറ്റ്മോസ് ഉള്ള സൗണ്ട് ബാറൊക്കെ ഉള്ള സ്പേസിൽ പ്ലേ ചെയ്താൽ, അല്ലെങ്കിൽ ലുലു മാൾ പോലത്തെ അവിടുത്തെ ഹൈപ്പർ മാർക്കറ്റിൽ പ്ലേ ചെയ്ത് കാണിച്ച സമയത്ത്, യൂട്യൂബ് പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വീഡിയോ പ്ലേ ചെയ്താലും റിപ്പോർട്ടറിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞാലും ക്വാളിറ്റിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടത് ഇവരുടേതാണല്ലോ എന്ന് പറയാൻ പറ്റണം എന്നാണ് നമ്മൾ ടെക്നിക്കൽ ടീമിനോട് പറഞ്ഞത്. ഇപ്പം നമ്മൾക്കറിയാം, നമ്മുടെ ഇന്നലെ നമ്മൾ ഷൂട്ട് ചെയ്ത റൗണ്ട് ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ തരത്തിൽ ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുമോ അതിന് പറ്റാവുന്ന തരത്തിലുള്ള അതിൻ്റെ എക്സ്ട്രീം പോയിട്ട് ഒരു 7 ക്യാമറ പ്ലസ് അതിന് സപ്പോർട്ടീവായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ചാണ് ഷൂട്ട് ചെയ്തത്. നമ്മൾ പിന്നെ ഫഹദിൻ്റെ ഇവൻറ്റ് ഷൂട്ട് ചെയ്ത സമയത്തും മൾട്ടിപ്പിൾ ഹെലി ക്യാംസും അതിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന എല്ലാ ക്യാമറ ഉപയോഗിച്ചിട്ട് ഒരു ഇവൻറ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, വെഡ്ഡിങ് വീഡിയോസാണ് ഏറ്റവും ക്വാളിറ്റിയിൽ കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെഡ്ഡിങ് വീഡിയോസാണ്. നമ്മൾ അതിൻ്റെ വീഡിയോ ക്വാളിറ്റി കാണുന്ന സമയത്ത് ഇതിനെ ബീറ്റ് ചെയ്യാവുന്ന ക്വാളിറ്റി ഉണ്ടോ എന്നാണ്. കാരണം ഞാൻ ക്യൂവിൻ്റെ കണ്ടന്റ് ആണെങ്കിലും മറ്റ് പ്ലാറ്റ്ഫോമുകളുടെ കണ്ടന്റ് ആണെങ്കിലും ഈ പറയുന്ന കപ്പലിൻ്റെയൊക്കെ ഡെക്കിൽ കയറിയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ഭയങ്കര രസമുള്ള ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ഇങ്ങനത്തെ എല്ലാ വീഡിയോസും പ്ലേ ചെയ്ത് കാണുന്നത് ടി വിയിലാണ്. അതിലെ സൗണ്ട് ബാറിലാണ് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വാളിറ്റി, അതായത് പിന്നെ നമ്മൾ സോണിയുടെയും നെറ്റ്ഫ്ലിക്സിൻ്റെയൊക്കെ 4K ഔട്ടിൽ കിട്ടാവുന്ന ക്വാളിറ്റിയുടെ അടുത്ത് വെക്കാവുന്ന ക്വാളിറ്റിയിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. കാരണം വെച്ചാൽ എല്ലാവരുടെയും കയ്യിലുള്ള ഹാൻഡ് ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ അത് ഈ പറഞ്ഞ ഡിജിറ്റൽ ക്യാമറയോട് കോമ്പീറ്റ് ചെയ്യാവുന്ന ലെൻസസ്, ഡിജിറ്റൽ ക്യാമറയോട് കോമ്പീറ്റ് ചെയ്യാവുന്ന വിഷ്വൽ ഔട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇത് ഒരു ഇൻസ്റ്റഗ്രാമിന് വേണ്ടി മാത്രം എന്നുള്ള ഡിസൈൻ അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലെ സ്മാർട്ട് ടി വിയിൽ ഇപ്പം 5% ഇപ്പോൾ സ്മാർട്ട് ടി വിയിൽ പ്ലേ ചെയ്യുന്നെങ്കിൽ 50% പേര് ഇത് അവിടെ പ്ലേ ചെയ്യട്ടെ. നെറ്റ്ഫ്ലിക്സിൽ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു തുടർച്ചയായിട്ട്, ഓക്കെ മഞ്ഞുമൽ ബോയ്സ് ആണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഓക്കെ മഞ്ഞുമൽ ബോയ്സിൻ്റെ തൊട്ട് പിന്നാലെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഇൻട്രാക്റ്റീവ് എടുക്കാം. ഇതിനെക്കുറിച്ച് ചിദംബരം എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത്, ഒരു ഡയറക്ടേഴ്സിൻ്റെ POV എന്താണ്. കാരണം ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ ഫിലിം ഡയറക്ടേഴ്സ് നോട്ടാണ് ഉണ്ടാകുന്നത്, ഡയറക്ടേഴ്സ് ഇൻട്രാക്ഷൻ ഉണ്ട്, അതുകൂടി കണ്ടു കളയാം എന്നുള്ള രീതിയിലാണ് അത് ചെയ്യാറുള്ളത്. ഓഡിയൻസിനോടാണ് ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ടായിരിക്കില്ല. ഉത്തരങ്ങൾ വളരെ കൃത്യവും ദൈർഘ്യമുള്ളതായതുകൊണ്ട് അതൊന്ന് വെട്ടിച്ചുരക്കേണ്ടി വന്നു. ഐ ആം വെരി സോറി ടു ഇൻഫോം യു ദാറ്റ്. ബട്ട് സ്റ്റിൽ മാനേജ്മെൻറ്റ് പറഞ്ഞ് അനുസരിക്കേണ്ട ബാധ്യത മോഡറേറ്ററിനുള്ളത് കൊണ്ട് ഞാനത് അറിയിക്കുകയാണ്. ഒറ്റ ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് വൈൻഡ് ചെയ്യാം. അപ്പം നമ്മൾ ബ്രെയിൻ റോട്ടിനെ കുറിച്ച് അധികം സംസാരിക്കാതിരുന്നത് നമ്മൾ സംസാരിച്ച് അതിലേക്ക് തന്നെ വരും എന്നുള്ളൊരു ഉറപ്പിലായിരുന്നു. അപ്പോൾ ഒരു പുതിയതായിട്ട് ഇപ്പോൾ വളരെ ആസ്പയറിംഗ് ആയിട്ടായിരിക്കും ഇവിടുത്തെ ഓഡിയൻസ് ഇരിപ്പുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഉണ്ട് ഡിജിറ്റൽ സ്പേസിൽ. ഈ പറയുന്ന ഞാനും എന്തൊക്കെയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്ന ഒരാളാണ്. അത് എന്തെങ്കിലും ആവാനാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല ആ കാര്യത്തിൽ. അപ്പോൾ അങ്ങനെ അല്ലാതെ ആസ്പയർ ചെയ്യുന്നവരുണ്ടാവും, എന്നെപ്പോലെ കൺഫ്യൂസ്ഡ് ആയവരുണ്ടാവും.
ഇപ്പോൾ ഈ സീരിയസ് കണ്ടന്റ് ചെയ്യണോ, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന ആളാണ്. അങ്ങനെയാണ് ഞാൻ ഫിലിം കമ്പാനിയിലേക്കും മനുഷ്യരുടെ അടുത്തേക്കും ഒക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഇവരോട് ഇപ്പോൾ ഒരു ബ്രെയിൻ റോട്ട് അല്ലാതെ അങ്ങനെ ഒരാൾ സ്ക്രോൾ ചെയ്ത് മൈൻഡ്ലെസ് സ്ക്രോളിങ്ങിൽ പെടാതെ നിങ്ങളുടെ ഒരു കണ്ടന്റിനെ എങ്ങനെ മാറ്റി നിർത്താൻ പറ്റും എന്നുള്ളൊരു കാര്യം, അതൊരു ഇൻസ്റ്റാഗ്രാം പെർസ്പെക്റ്റീവിൽ പ്ലസ് ഒരു ലോങ് കണ്ടന്റ് കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന നിലയ്ക്കും എനിക്ക് രണ്ടുപേർക്ക് എന്തായാലും പറയാനുള്ളത്, ഒരു ബ്രെയിൻ റോട്ടിലേക്ക് ഒരു പുതിയ കോണ്ടന്റ് ക്രിയേറ്ററിന് എങ്ങനെ പോകാതിരിക്കാം ഇറസ്പെക്റ്റീവ് ഓഫ് ദ കോണ്ടന്റ്? സത്യം പറഞ്ഞാൽ എനിക്കതിനൊരു വലിയൊരു ആൻസർ പറയാനില്ല. കാര്യം നമ്മളത് അച്ചീവ് ചെയ്തിട്ട് വേണമല്ലോ ബാക്കിയുള്ളവരോട് പറയാൻ. പക്ഷേ അഗെയിൻ ഇതിനകത്ത് മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ പല ഫ്രണ്ട്സും ഞാൻ ഒരു ഡീറ്റോക്സ് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് ഇൻസ്റ്റാഗ്രാമിലില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്കെപ്പോഴും തോന്നാന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളിരുന്ന് നമ്മളൊരു ഫ്രണ്ടിനെ കാണുമ്പോഴൊക്കെ സംസാരിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. ഇൻസ്റ്റയിൽ ആ റീൽ കണ്ടോ, ഇൻസ്റ്റയിൽ ഇത് കണ്ടോ, അല്ലെങ്കിൽ ഇയാളുടെ ഇത് കണ്ടോ. അപ്പോൾ പല അങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പം നമ്മൾ പിന്നെ ആളെ കുറിച്ചൊരു കോൺവെർസേഷൻ വരുന്നു, അപ്പോൾ ഇയാൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അവിടെ തന്നെ ആ കോൺവെർസേഷൻ കട്ടായി. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എഗെയിൻ എനിക്കിത് പറയാൻ ഒരു പരിധിക്കപ്പുറത്ത് പറ്റാത്തതിൻ്റെ റീസൺ എൻ്റെ ഒരു ഫീൽഡ് ഓഫ് വർക്ക് ഇതായതുകൊണ്ട്. അപ്പം ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പം ശരിയായിരിക്കാം, മാറി നിന്നാലും വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഡെയിലി ലൈഫിലെ കോൺവെർസേഷനകത്ത് ഇതൊരു അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പം ഇത് അഗെയിൻ ഞാനത് ഓവർകം ചെയ്യുമ്പം ഞാനതിൻ്റെ ആൻസർ പറയാം എങ്ങനെ മാറി നിൽക്കാമെന്നുള്ളത്. സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ചാണോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെ കുറിച്ചാണോ? കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഇപ്പോൾ ബ്രെയിൻ റോട്ട് എന്ന് നമ്മൾ ജനറലൈസ് ചെയ്യുന്ന കുറച്ചധികം കണ്ടന്റുകൾ ഉണ്ടല്ലോ, കണ്ട് മടുത്തു പോകുന്ന. ഈ കണ്ട് മടുത്തു പോകുന്ന കണ്ടന്റിനകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവർ ഒരു ജാഗ്രത കൂടി വേണമല്ലോ, ഒരു ഉത്തരവാദിത്തം കൂടി വേണമല്ലോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്. അപ്പോൾ അതവർക്ക് എങ്ങനെ കൊണ്ടുവരാം? ഒരു പുതിയ ന്യൂ ക്രിയേറ്റർ ആയിട്ടുള്ള ഒരാൾക്ക് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി എങ്ങനെ കോണ്ടന്റ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ എനിക്കൊന്ന് പറ്റും? ജനറലി ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി ചെയ്യുന്ന ഒരാളാണെങ്കിലും പോലീസുകാരനാണെങ്കിലും സിനിമ നടനാണെങ്കിലും ആളുകൾ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ജോലിയാണ്, ലോകത്തിലെ ഏറ്റവും മഹനീയമായ സംഗതിയാണ് എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ അവരവരാലോചിച്ചത് നമ്മളുടെ ഒരു യുണീക്നെസ് അവിടെ ഉണ്ടാക്കി ഒരു ഒറിജിനൽ എന്നുള്ള വാക്ക് എത്രത്തോളം ഒറിജിനൽ ആണെന്ന് അറിയില്ല, എന്നാൽ പോലും നിങ്ങളുടേതായൊരു USP ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംഗതി മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള, അതായത് ക്രിയേറ്റേഴ്സും വ്യൂവേഴ്സും ഉണ്ടല്ലോ, ക്രിയേറ്റേഴ്സിനും വ്യൂവേഴ്സിനും ഒരേ റോളുണ്ട്. നിങ്ങൾ ഏറ്റവും ഓതന്റിക് ആവുന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് പോവുക, കാരണം വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പുറത്ത് ഈ പറയുന്ന ക്രിയേറ്റ് ചെയ്യുന്നവർ ഇതിനൊരു ഓതന്റിക് ആവുന്ന യുണീക്നെസ് ഉള്ള രീതിയിലേക്ക് അതിനെ മാറ്റുക. കാരണം വെച്ചാൽ അതിനുള്ള എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇതൊന്നല്ലാതെ വളരെ പാസീവായിട്ട് ചുമ്മാ ട്രെൻഡ്സ് ഫോളോ ചെയ്തിട്ട് ഇപ്പം ഏത് കീവേഡ്സിലാണ് ഏത് ഹാഷ്ടാഗിലാണ് വ്യൂസ് ജനറേറ്റ് ചെയ്യുന്നത് വെച്ചാൽ റാൻഡം പല കണ്ടന്റും റോസ്റ്റിംഗ് ഒക്കെ ചെയ്തവർ അതിൽ നിന്ന് മാറി വെൽ ക്യൂറേറ്റഡ് ആയിട്ട് നമ്മളെപ്പോലെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഡീപ്പ് എക്സ്പ്ലനേഷൻ സംഗതിയൊക്കെ ഉള്ള രീതിയിൽ രസമുള്ള സംഗതിയിലേക്ക് സ്വിച്ച് ചെയ്തവരുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ കോർ ഏതാണെന്ന് കണ്ടെത്തി അതിലേക്ക് വന്നതാണ്. അത് പോസിബിൾ ആവും എന്നുള്ളതാണ്. നേരത്തെ ഈ നമ്മളെല്ലാം പറഞ്ഞു വെച്ചൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് എന്നുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൂടി ആവാം, നമ്മൾ ഫോളോ ചെയ്യുന്നത് മാത്രമല്ലല്ലോ. എനിക്ക് തോന്നുന്നു ഞാൻ യൂഷ്വലി നമ്മുടെ ടീമിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഒരു ക്രിയേറ്റർ എന്നുള്ള പെർസ്പെക്റ്റീവ് പറയുകയാണ്. ലൈക്ക് സിമിലർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് കേരളത്തിലുള്ള ക്രിയേറ്റേഴ്സിനെ ഒരു പരിധിക്കപ്പുറത്ത് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അലേർട്ട് ആവാതിരിക്കുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും തോന്നാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം അത് കണ്ടുകൊണ്ടിരുന്നാൽ അവർ പറയുന്ന ചില വാക്കുകൾ ചിലപ്പോൾ നമ്മുടെ വായിൽ വരാൻ സാധ്യതയുണ്ട്. അതെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഇന്ന ക്രിയേറ്റർ പറയുന്ന രീതിയിലോട്ട് ആ സ്റ്റൈലിൽ നമ്മൾ ഇപ്പം ഇൻറ്റൻഷനലി വരുന്നതല്ല, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അഡാപ്റ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറയാറുണ്ട്, കുറച്ച് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് നോക്കും. ഇപ്പോൾ ഫുഡ് സ്പേസ് തന്നെ പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരുപാട് ഭയങ്കര നല്ല ഫുഡ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പം ഈ വോയിസ് ഓവർ വീഡിയോ പോലെയല്ല, അവരൊരു സിനിമ പോലെയാണ് അത് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് അതുപോലൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇൻ്റർനാഷണലി വേറെങ്കിലും US-ലോ UK-ലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഏതെങ്കിലും നല്ല വ്ളോഗേഴ്സ് ഉണ്ട്, അവരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അതിനകത്ത് ഇൻസ്പിറേഷൻ എടുത്ത് വേണമെങ്കിൽ നല്ലൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ സിമിലർ സ്പേസിലുള്ള ആൾക്കാരെ ഫോളോ ചെയ്താൽ അത് നമ്മുടെ വായി വരികയും ചെയ്യും, ആൾക്കാരത് സ്പോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് വേണമെങ്കിൽ മേ ബി ഒരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ സെഷൻ വൈൻഡ് ചെയ്യാൻ തോന്നുന്നു. ഇറ്റ് വാസ് പ്രിറ്റി ലോങ്. എനിക്ക് സോറി പറയണോ നിങ്ങൾ താങ്ക് യു പറയോ എന്ന് എനിക്കറിയത്തില്ല. സോ താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നിരന്തരമായി യൂസ് ചെയ്ത എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഈ സെഷനിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ആസ് മോഡറേറ്റർ. താങ്ക് യു മനുഷ്യേട്ടാ. താങ്ക് യു.